السلام عليكم ورحمة الله وبركاته. الحمد هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالتقوى وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله ومن الله ബഹുമാന്യ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, നല്ലവരായ സഹോദരീ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദീസിന്റെ പ്രാമാണികതയെ സംബന്ധിച്ചും എന്തുകൊണ്ട് നമ്മൾ ഹദീസിനെ പ്രമാണമായി അംഗീകരിക്കേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ചുമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ചർച്ച ചെയ്യുവാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ ഒന്ന് ഹദീസ് നിഷേധത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച, എങ്ങനെയാണ് ചരിത്രത്തിലൂടെ ഹദീസ് നിഷേധികൾ കടന്നു വന്നത്, ഒരു ചെറിയ ഒരു വിവരണം മാത്രമാണ് നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇവിടെ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം സംഘടനയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അത് വേറെ പറയേണ്ട ആവശ്യമില്ല, ഇത് പറയുമ്പോൾ തന്നെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തുടക്കം മുതലേ നിങ്ങൾ കാര്യം ഒരു പഠന സെഷൻ എന്ന നിലക്ക് ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഹദീസ് നിഷേധികൾ പ്രധാനമായും രണ്ട് രൂപത്തിലാണ് ചരിത്രത്തിൽ വന്നിട്ടുള്ളത്. ഒന്ന് പാടെ ഹദീസുകളെ നദി പ്രമാണമായി രണ്ടാമത്തെ ഒരു വിഭാഗമാണ് ഹരിതപ്പുകൾ ഉടപ്പിക്കുന്നത്. അതിന് മുന്നിൽ നിന്നുള്ള ഏതായ മറ്റുമായില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ മുനാഫിഖുകളിൽ നിന്ന് സംഭവത്തൊക്കെ ഉണ്ടായിരുന്നില്ല എന്ന അർത്ഥത്തിലല്ല, ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം നിഷേധിക്കുന്ന, അത് ഇന്നത്തെ പോലെയുള്ള നിഷേധ രീതിയല്ല. മറിച്ച് ഹദീസിന്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ലാത്ത ചില ആളുകൾ
ഹദീസുകളെ സംബന്ധിച്ചുള്ള ആ നിലക്കുള്ള സംസാരങ്ങൾ ആദ്യകാലത്തുണ്ടായിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇങ്ങനെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരാൾ ചോദിക്കുകയാണ്, യാ അബാ നുജൈദ് ഹദ്ദിസ്നാ ബിൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. നിങ്ങൾ കുറെ നേരമായല്ലോ ആ ഹദീസ് ഈ ഹദീസ് എന്നൊക്കെ പറയുന്നു, ഞങ്ങൾക്ക് ഖുർആൻ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരൂ. ഈ സന്ദർഭത്തിൽ ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറഞ്ഞു, അൻത വസുഹാബുക യഖറഊനൽ ഖുർആൻ, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഖുർആൻ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണമെന്ന്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ആളുകളും ഖുർആൻ ഓതുന്നു. അകുൻത മുഹദ്ദിസിയ അനിസ് സ്വലാത്തി വമാ ഫീഹാ വഹുദൂദഹാ, ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് നമസ്കാരത്തിന്റെ പേരുകള്, നമസ്കാരത്തിന്റെ സമയങ്ങള്, അതിന്റെ രൂപങ്ങള് നീ എനിക്ക് വിശദീകരിച്ചു തരാമോ? അകുൻത മുഹദ്ദിസിയ അനിസ് സകാത്തി ഫിൽ ദഹബി വൽ ഇബ്ലി വൽ ബഖർ വഅസ്നാഫിൽ മാൽ, സ്വർണത്തിലും വെള്ളിയിലും ഒട്ടകത്തിലും അതേപോലെ പശുവിലും മറ്റു സമ്പത്തിന്റെ മേഖലകളിലൊക്കെ സകാത്ത് എപ്പോ എങ്ങനെ എത്ര കൊടുക്കണം ഒന്ന് വിശദീകരിച്ചു തരുമോ? അദ്ദേഹം നിശബ്ദനാവുകയാണ്, കാരണം അതിൽ കഴിയില്ല. അപ്പൊ ഈ സ്വഹാബി ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറഞ്ഞു കൊടുക്കുകയാണ്, വലാകിൻ ഖദ് ശഹിദ്തു വഗിബ്ത അൻത, പലപ്പോഴും പ്രവാചകന്റെ സദസ്സിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ അവിടെ നിന്നൊക്കെ ഒഴിവായിരുന്നു, അവർ നിങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളറിയാത്ത നിങ്ങൾ കേൾക്കാത്ത പലതും നിങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്തു. ഇത് പറഞ്ഞു കൊടുത്ത ശേഷം ഈ സ്വഹാബി വീണ്ടും പറയാം, ഫറള അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സകാത്തി കദാ വകദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സകാത്തിൽ ഇത്ര നിർബന്ധമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ഇത്രയുണ്ടാകുമ്പോൾ ഇത്ര കൊടുക്കണമെന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്, നമസ്കാരത്തിന്റെ രൂപം ഇന്നതാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്തപ്പോ ഈ സംശയം പറഞ്ഞ ആള് പറയാണ്, അഹ്യൈതനീ, നിങ്ങൾ എനിക്കൊരു ജന്മം നൽകി എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിനൊരു വിചിന്തനത്തിനുള്ള ഉറങ്ങിക്കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ എന്നെ ഉണർത്തി. അഹ്യാക്കല്ലാഹ്, അല്ലാഹു നിങ്ങളെയും അതുപോലെ ആക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിപ്പോ ഹദീസിന് ഈ സഹോദരൻ നിഷേധിച്ചതല്ല, മറിച്ച് അതിന്റെ ആ വസ്തുതയെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ട ചില വസ്തുതകളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഉമയ്യത്ത് ബിൻ ഖാലിദ് എന്ന ഒരാള് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കേണ്ടായി, ഇന്നാ നജിദു സ്വലാത്തൽ ഹവരി വ സ്വലാത്തുൽ ഖൗഫിൽ ഖുർആൻ, ഖുർആനില് ഭയത്തിന്റെ സന്ദർഭത്തിലുള്ള നമസ്കാരമുണ്ട്, ഒരാൾ യാത്ര ചെയ്യാതെ നാട്ടിൽ നിൽക്കുമ്പോഴുള്ള നമസ്കാരമുണ്ട്, വലാ നജിദു സ്വലാത്ത സഫർ ഫിൽ ഖുർആൻ, ഖുർആനിൽ യാത്രയുടെ നമസ്കാരം കാണാനില്ലല്ലോ എന്നൊരാൾ ചോദിച്ചപ്പോ, ഉമയ്യത്ത് ബിൻ ഖാലിദ് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, യബ്ന അഖി, സഹോദരപുത്ര, ഇന്നല്ലാഹ ബഅസ ഇലൈനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു മുഹമ്മദ് നബിയെ നമ്മളിലേക്ക് നിയോഗിച്ചു. വലാ നഅലമു ശൈഅ, നമുക്ക് ഒന്നും അറിയുമായിരുന്നില്ല, ഫഇന്നമാ നഫഅലു, ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്നത് കമാ റഅയ്നാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫഅലു, പ്രവാചകൻ ചെയ്യുന്നത് എങ്ങനെയാണോ കണ്ടത് അതുപോലെയാ. അപ്പൊ ഇത് റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നർത്ഥം. ഖുർആനിൽ ഇല്ല അതിനെക്കുറിച്ച് എന്ന് കരുതി ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പ്രവാചകൻ അള്ളാഹ് ദീന് പഠിപ്പിക്കാൻ അയച്ചതാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കുകയും വേണം. അപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ട ചില ചോദ്യങ്ങൾ മാത്രമാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്, സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ. പിന്നെ കാലം ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഖുർആനിൽ നിന്ന് മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഹദീസുകൾ അല്പാൽപമായി പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്നൊരവസ്ഥ വരികയാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഇതാ ഹദ്ദസ റജുലു ബിസ്സുന്ന, ഒരാൾ ഹദീസ് സുന്നത്ത് വിശദീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഫഖാല, ചില ആളുകൾ പറയും, ദഅനാ മിൻ ഹാദാ, ഈ ഹദീങ്ങൾ മാറ്റിവെക്കിൻ, നിങ്ങൾ ഹദീസ് സുന്നത്ത് സുന്നത്ത് ഹദീസ് എന്ന് പറയുന്നത് അത് നിങ്ങൾ ഒഴിവാക്കിനും, വഹദ്ദിസ്നാ മിനൽ ഖുർആൻ, ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിച്ചു തരൂ എന്ന് പറയുന്ന ആളുകൾ വന്നാൽ ഫഅലം, നീ മനസ്സിലാക്കുക, അന്നഹു ളാലിൻ വ മുദില്ലുൻ, അവൻ സ്വയം പിഴച്ചവനാണ്, മറ്റുള്ളവനെ പിഴപ്പിക്കുന്നവനും ആണ്. അപ്പൊ ഇങ്ങനെയാണ് മുൻഗാമികളായ പണ്ഡിതന്മാരും ഈ ഒരു സമീപന രീതിയെ കണ്ടിട്ടുള്ളത്. അപ്പൊ ഏതായാലും പിൽക്കാലഘട്ടത്തിൽ ഹദീസ് നിഷേധത്തിന്റെ പ്രവണതകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോ ഹദീസിന്റെ അല്ലെങ്കിൽ പ്രവാചകന്റെ സുന്നത്തിനോടും ദീനിനോടും താല്പര്യമുള്ള പണ്ഡിതന്മാർ രംഗത്തിറങ്ങുകയാണ്. എന്തിനാ ഇറങ്ങിയത്? ഹദീസുകളെ സംരക്ഷിക്കാൻ. ആ ഹദീസ് സംരക്ഷണത്തിന്റെ ഭാഗമായി കൊണ്ടാണ് അവർ ചർച്ചകളും പഠനങ്ങളും അന്വേഷണങ്ങളും യാത്രകളും നടത്തിയത്.
കഴിയുന്നിടത്തെല്ലാം എത്തിയവര്. എന്നിട്ട് എവിടെയെല്ലാം പ്രവാചകന്റെ ഹദീസുകളുണ്ടോ അതൊക്കെ സമാഹരിച്ചു. ഏതെല്ലാം പല സ്വഹാബികളും പല ഭാഗത്ത് വ്യാപിച്ചിട്ടുണ്ട്, അവിടേക്ക് യാത്രയാവുകയാണ്. താബികൾ പല ഭാഗത്തുണ്ട്, അവിടേക്കൊക്കെ പോവുകയാണ്. എന്നിട്ട് ആ ഹദീസുകളെല്ലാം കൊണ്ടുവന്ന് സമാഹരിച്ച് അവയിൽ പഠനം നടത്തി ഏതാണ് സ്വഹീഹ് ഏതാണ് അല്ലാത്തത് എന്ന് ചർച്ച ചെയ്ത് അതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് സ്വഹീഹുകളും അല്ലാത്തതും ഒക്കെ വേർതിരിക്കുന്ന അല്ലെങ്കിൽ ഹദീസ് സമാഹരിക്കുന്ന ഒരു ഹദീസ് സംരക്ഷണ മേഖലക്ക് പണ്ഡിതന്മാർ തുടക്കം കുറിച്ചു. ആ മേഖലയിൽ പ്രധാനമായി പ്രവർത്തിച്ചവരായിരുന്നു ഒന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാമത്തേത് ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, അതിനുശേഷം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ലാഹ്, അതേപോലെ ഇബ്നു ഹിബ്ബാനുൽ ബസ്തി, ഇബ്നു ഖുതൈബത്തു ദൈനവരി, അങ്ങനെ വരുന്ന ഇസ്സ് ബിൻ അബ്ദുസ്സലാം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളായ ഇബ്നുൽ ഖയ്യിം, ഇബ്നുൽ കസീർ, ഇമാം ദഹബി തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ ഹദീസിന്റെ സംരക്ഷണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരും പ്രവർത്തിച്ച ആളുകളുമാണ്. ഈ കാലഘട്ടത്തിലാണ് ഏതാണ്ട് മുഅത്തസിലിയാക്കളുടെയും നേരത്തെ പറഞ്ഞ ആളുകളുടെയൊക്കെ പ്രവർത്തനം തുടങ്ങുന്നത്, അവരുടെ ഫിത്നകളും നടക്കുന്നത്. അവരെന്ത് ചെയ്തു? ഈ സുന്നത്തുകൾക്കെതിരെ അല്ലെങ്കിൽ ഹദീസുകൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു അവസ്ഥ സംജാതമായി. എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് ഈ ആളുകളുടെ മുഅത്തസിലിയാക്കളുടെ പാത പിന്തുടർന്നുകൊണ്ട് വന്നിട്ടുള്ള ആളുകൾ ബുഖാരിക്കും മുസ്ലിമിനും എതിരെയാണ് പഠിച്ചത്. അതെന്തിനാന്ന് വെച്ചാല് ബുഖാരിയിലെ ഒരു ഹദീസ് ായിക്കൊണ്ട് ഇവർക്ക് കിട്ടണമുണ്ട്. ഈ സംരംഭം ഗുരുക്കുമാർ ഇന്ത്യ ഈ രാജ്യങ്ങളുമുണ്ടായി. ഒന്ന് രണ്ട് പേരുകൾ ഞാൻ വായിച്ചു തരാം. ഈ ചരിത്രം പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഹദീസ് നിഷേധം നമ്മിലേക്ക് കടന്നു വന്നത് എന്നുള്ള ആ വസ്തുത അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇത്തരം ഫിത്നകളെ പ്രതികരിക്കാൻ വേണ്ടി രംഗത്ത് വന്ന പണ്ഡിതന്മാരുണ്ട്. അതിൽപ്പെട്ടവരാണ് അബൂ സഈദ് മുഹമ്മദ് ഹുസൈൻ അൽ ബത്താലവി. ഹിജറ 1338 അദ്ദേഹത്തിന്റെ മരണം. അതേപോലെ തന്നെ അബ്ദുൽ അസീസ് അൽ റഹീം ആബാദി ഇന്ത്യയിലുള്ള പണ്ഡിതന്മാരാണ്. അബ്ദുസ്സലാം മുബാറക് പൂരി, അബുൽ ഖാസിമുൽ ബനാറസി, അതേപോലെ മുഹമ്മദ് ഇസ്മായിൽ സലഫി തുടങ്ങിയ പ്രഗത്ഭരായ ഇന്ത്യ രാജ്യത്തെ പണ്ഡിതന്മാർ ഹദീസിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഹദീസുകളെ നിഷേധിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾക്ക് ഖണ്ഡനങ്ങളായിക്കൊണ്ട് ഗ്രന്ഥങ്ങളും മറ്റും രചിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യക്കാരാ. ഇന്ത്യക്ക് പുറത്തു നിന്നും ഒരുപാട് പണ്ഡിതന്മാരുണ്ടായി. അതിൽപ്പെട്ടവരാണ് ഷെയ്ഖ് അൽ അല്ലാമ മുഹമ്മദ് അബ്ദുർ റസാഖ് ഹംസ, അതേപോലെ അൽ ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു യഹ്യ, അല്ലാമത്തു ഷാമ മുഹമ്മദ് ബഹജത്തുൽ ബൈത്താർ, അതേപോലെ ഷെയ്ഖ് അഹ്മദ് മുഹമ്മദ് ഷാക്കിർ, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി, പിന്നെ അദ്ദക്തൂർ റബീ ഹാദി തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാര് ഇന്ത്യക്ക് പുറത്തുമായിക്കൊണ്ട് രംഗത്ത് വന്ന് ഹദീസ് നിഷേധ പ്രവണതയുമായി വന്നിട്ടുള്ള ആളുകളുടെ മുലയൊടിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യം, ചില ആളുകളെ കുറിച്ച് ചരിത്രത്തിലൊക്കെ കാണാം ഇസ്ലാമിന്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ്, അവരൊക്കെ പരിഷ്കർത്താക്കളായിരുന്നു, അവരൊക്കെ മുജദ്ദിദുകളായിരുന്നു എന്ന് ചില നേതാക്കന്മാരെ കുറിച്ചും പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ശരിയാണ്, ചില മേഖലകളിലൊക്കെ അവർ നവോത്ഥാന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുമുണ്ട്. പക്ഷേ പണ്ഡിത ലോകത്ത് ഇങ്ങനെ അറിയപ്പെടുന്ന ആളുകളിൽ നിന്ന് പോലും ഹദീസുകളോട് ചില തരത്തിലുള്ള നിഷേധ സ്വഭാവങ്ങളും ഹദീസുകൾക്കെതിരെയുള്ള ചില കയ്യാങ്കളികളൊക്കെ ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട്. അത് വരാനുള്ള കാരണം ഹദീസ് പഠിക്കുന്നിടത്തും ഹദീസുകൾ മനസ്സിലാക്കുന്നിടത്തും ഹദീസിന്റെ അടിസ്ഥാന വിഷയമായ ഉസൂലുൽ ഹദീസ്, അതിന്റെ നിദാനശാസ്ത്രം അതൊക്കെ മനസ്സിലാക്കുന്നിടത്ത് ഓറിയന്റലിസ്റ്റുകളുമായുള്ള അമിതമായ ബന്ധങ്ങളും ഇഖ്വാനുൽ മുസ്ലിമൂൻ പോലെയുള്ള സംഘടനകളുമായുള്ള ബന്ധങ്ങളും കാരണം പല ആളുകളും ഇത്തരം നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു. അവരെക്കുറിച്ച് പറ്റ ഹദീസ് നിഷേധിയാണ് എന്ന അർത്ഥത്തിലല്ല, ഞങ്ങൾ ഹദീസ് നിഷേധിക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഹദീസുകളോട് ചില നിരക്കുള്ളത് എന്താണെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ചില അവഗണനാ മനോഭാവം സ്വീകരിക്കുന്ന ആളുകളുണ്ടായി. അതിൽപ്പെട്ടവരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ.
ഇന്ത്യ രാജ്യത്ത് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായ സർ സയ്യിദ് നമ്മൾ കേട്ട ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അബ്ദുള്ള അൽ ജക്കുറാലൂരി എന്ന് പറയുന്ന മറ്റൊരാള്, അതേപോലെ ഗുലാം അഹമ്മദ് പർവേസ്, മുഹമ്മദ് അബ്ദു, ആസിം അമീൻ, അഹമ്മദ് അമീൻ, ഹുസൈൻ ഹൈക്കൽ, അതേപോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ വിശദീകരിക്കാം മലയാളികളായിട്ടുള്ള ആളുകൾ. അപ്പൊ ഇങ്ങനെ ചില ആളുകളൊക്കെ ഇവരൊക്കെ നവോത്ഥാന പ്രവർത്തനങ്ങളിലും വലിയ വലിയ എഴുത്തുകാരും ഗ്രന്ഥകാരന്മാരും ഒക്കെ ആയിരുന്നു, സാഹിത്യകാരന്മാരൊക്കെ തന്നെയാണ്. പക്ഷേ ഹദീസുകളോട് ചില നിലക്കുള്ള എതിർപ്പുകൾ അവരൊക്കെ പ്രകടിപ്പിച്ചു. ഇവരൊക്കെ അറേബ്യൻ ലോകത്ത് പ്രവർത്തിച്ച ആളുകളാണ്. ഇവരെ തുടർന്നുകൊണ്ട് ഹദീസ് നിഷേധത്തിന്റെയും വിവിധ തരത്തിലുള്ള വ്യതിയാന നയങ്ങൾ സ്വീകരിച്ച് ചില എഴുത്തുകാരും രംഗത്ത് വന്നു. അതിൽപ്പെട്ടതാണ് ഫഹ്മി ഹുവൈദി, അതേപോലെ തന്നെ മുഹമ്മദ് ഫത്ഹി ഉസ്മാൻ, മഹ്മൂദ് ഷർഖാവി തുടങ്ങിയ ചില എഴുത്തുകാരും രംഗത്ത് വരികയുണ്ടായി. ഇവരുടെ എല്ലാ ആളുടെയും നിഷേധം ഒരേ രൂപത്തിലല്ല. ചില ആളുകൾ എന്തു പറഞ്ഞു, ഈ ഹദീസ് ഇത് ചരിത്ര സത്യങ്ങൾക്ക് എതിരാണ്. കാരണം അവൻ ചരിത്രവുമായി മുന്നോട്ട് പോയ ആളാണ്, അതിനെ മാത്രം അവലംബമായി അവന് എതിരായിട്ട് തോന്നുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു ഇത് ചരിത്ര സത്യങ്ങൾക്കെതിരാണ്. അങ്ങനെ ആ ഹദീസിനെ മാറ്റിവെച്ചു. അത് ബുഖാരിയിലുള്ളതാണെങ്കിലും ശരി, മുസ്ലിമിലുള്ളതാണെങ്കിലും ശരി. വേറെ ചില ആളുകൾ എന്താ ചെയ്തത്, ഈ ഹദീസുകൾ മനുഷ്യന്റെ വ്യക്തമായ ബുദ്ധിക്കും യുക്തിക്കും എതിരാണ്, അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഹദീസിനെ മാറ്റിവെച്ചു. ചില ആളുകൾ ഇമാം ബുഖാരിക്കും ഇമാം മുസ്ലിമിനും എതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഹദീസിനെ നിഷേധിച്ചത്. അതിൽ ഒന്നെന്താന്ന് വെച്ചാൽ, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഒരു ഹദീസ് സഹീഹാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ അവർ വെച്ച പല മാനദണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് മത്തിനും സനദും സഹീഹായിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവർ ഒരു ആരോപണം കൊണ്ടുവന്നു. അതെന്താ, ഇമാം ബുഖാരി ഹദീസിന്റെ വിഷയം നോക്കിയിട്ടില്ല, പരമ്പര മാത്രമേ നോക്കിയിട്ടുള്ളൂ. പരമ്പര സഹീഹാണെന്ന് കണ്ടതൊക്കെ വാരി വലിച്ചിട്ടു. ആ ഹദീസിൽ വന്ന മത്തിന് ശരിയാണോ ശരിയല്ലേ, ഇപ്പോഴത്തെ കാലത്തിന് പറ്റുന്നതാണോ പറ്റുന്നതല്ലേ എന്നൊന്നും നോക്കാതെ പരമ്പര സഹീഹായി കണ്ടതെല്ലാം സഹീഹായി സ്വീകരിച്ചു എന്ന ഒരു ആരോപണമായിട്ട് ചില ആളുകൾ രംഗത്ത് വന്നു. യഥാർത്ഥത്തിൽ അതൊരു കളവ് മാത്രം. ഇമാം ബുഖാരി ഇമാം മുസ്ലിമും പരമ്പര സഹീഹ് എന്ന് നോക്കി മാത്രം ഹദീസ് ഉദ്ധരിച്ചവരല്ല. സനദും പരിശോധിച്ചിട്ടുണ്ട്, മത്തിനും പരിശോധിച്ചിട്ടുണ്ട്. രണ്ടിനും തത്തുല്യമായ പ്രാധാന്യം അവർ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇമാം ബുഖാരിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഹദീസുകളെ മാറ്റിവെക്കാൻ കൊണ്ടുവന്ന ന്യായീകരണങ്ങൾ ഒന്ന് മാത്രമായിരുന്നു അത്. അവർ പറഞ്ഞു, ഇമാം ബുഖാരി സനദ് മാത്രം പരിശോധിച്ചിട്ട് ആ നിലക്ക് ഹദീസ് കൊടുത്തതാണ്, അതിൽ ഹദീസിന്റെ വിഷയം നോക്കിയിട്ടില്ല, ഈ വിഷയം ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അനുഭവ സാക്ഷ്യങ്ങൾക്കും, വ്യാഖ്യാനം എങ്ങനെയാ, അനുഭവ സാക്ഷ്യങ്ങൾക്കും ശാസ്ത്ര സത്യങ്ങൾക്കും ചരിത്ര സത്യങ്ങൾക്കും വിരുദ്ധമായ പല ഹദീസുകളും മത്തിനിൽ അതിന് വിരുദ്ധമായതൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ പരമ്പര ചിലപ്പോൾ ശരിയായിരിക്കാം, ആ ഹദീസ് സ്വീകാര്യമല്ല എന്ന കാര്യം പറഞ്ഞിട്ടും പല ആളുകളും രംഗത്ത് വരേണ്ടായി. എന്ന് മാത്രമല്ല, പ്രബലന്മാരായിട്ടുള്ള പല റാവിമാരെ സംബന്ധിച്ചും പല റിപ്പോർട്ടർമാരെ സംബന്ധിച്ചും മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞു പരത്തിയും ഹദീസ് നിഷേധ പ്രവണത ലോകത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില ആളുകളിൽപ്പെട്ടവരാണ് ഒന്ന് ഷിബിലി നുഅമാനി എന്ന് പറയുന്ന ആൾ. അതേപോലെ തന്നെ നമ്മുടെ കവിയായിരുന്ന മുഹമ്മദ് ഇഖ്ബാൽ, സമദ് സമദാനി സാഹിബ് എപ്പോഴും പാടാറുള്ള നമ്മുടെ അല്ലാമ ഇഖ്ബാലിന്റെ, ഇവരൊക്കെ ഇത്തരം ചിന്താഗതികളുമായി വെച്ച് അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ച പണിയെടുത്ത ആളുകളിൽ തന്നെ ഹദീസുകൾക്കെതിരെയുള്ള കയ്യാങ്കളിയുമായി വന്ന ആളുകളുണ്ട്. ഈ മുഹമ്മദ് ഇഖ്ബാൽ, അതേപോലെ തന്നെ അബുൽ അഅല മൗദൂദി. ഈ പേര് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടരുത് എന്ന് പറഞ്ഞാൽ ഞാനിത് ഹദീസ് നിഷേധിയാക്കി എന്ന് പറയരുത്. ഹദീസ് നിഷേധ എന്ന് പറഞ്ഞല്ലോ, ഹദീസ് ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറയലല്ല. പിന്നെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിഷേധം, അത് ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ പറഞ്ഞു തരാം. അത് ചേകനൂർ വരേണ്ട ആവശ്യം ഉള്ളത് പറയും ചെയ്യും, അത് വേറെ കാര്യം. അപ്പൊ നോക്കി നിങ്ങൾ, ഈ ആളുകളൊക്കെ ഈ ഒരു പരമ്പരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഹദീസ് നിഷേധം പ്രചരിപ്പിക്കുവാൻ പങ്കുവഹിച്ച ആളുകളാണ്. ഇനി ഇത് മാത്രമല്ല, ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു
കാര്യം ഇപ്പൊ നമ്മൾ ഏതാണ്ട് ഇപ്പൊ നമ്മളെ ഇന്ത്യ രാജ്യത്തേക്ക് ഇപ്പൊ എത്തിയല്ലോ, കേരളത്തിലേക്ക് നമ്മൾ എത്തി. ഇതൊക്കെയാണ് ഹദീസ് നിഷേധിക്കാനുള്ള കാരണങ്ങളും വഴികളും. നമ്മൾ ആദ്യകാലത്തേക്ക് ഒന്നുകൂടി മടങ്ങുക. അതായത് ഖവാരിജുകളും പിന്നെ ഷിയാക്കളും മുഅ്തസിലിയാക്കളും. ഈ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ ഹദീസ് സ്വീകരിച്ചു. അവർ എന്തുകൊണ്ടാണ് ഹദീസിനെ നിഷേധിച്ചത്, എങ്ങനെയാണ് ഹദീസിനെ നിഷേധിച്ചത്, അവരുടെ ഹദീസ് നിഷേധം എന്തായിരുന്നു, അവരുടെ ആശയം എന്തായിരുന്നു എന്നൊന്ന് ചുരുക്കി മനസ്സിലാക്കിയാൽ പിന്നുള്ളതൊക്കെ എളുപ്പമാണ്. കാരണം ഇതിനങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ഇതിലേക്ക് പുതിയതാരും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അന്നത്തേതിലേക്ക് അങ്ങോട്ട് കൂട്ടിച്ചേർത്താൽ മതി. അതുകൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ ഹദീസ് നിഷേധം എന്തായിരുന്നു? ഒന്ന് ഖവാരിജുകളാണ്. ആരാ ഖവാരിജുകൾ? വിശദീകരിക്കല്ല, ചുരുക്കി മനസ്സിലാക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം കഴിഞ്ഞപ്പോൾ ആളുകൾ രണ്ട് വിഭാഗമായി പിരിഞ്ഞു. ഒരു കൂട്ടർ പറഞ്ഞു അടുത്ത ഖലീഫയെ ഉടനെ തെരഞ്ഞെടുക്കണം. വേറൊരു കൂട്ടർ പറഞ്ഞു പറ്റൂല, കൊന്ന ആള് ആരാന്ന് കണ്ടുപിടിച്ചിട്ട് ഖലീഫ മതി. അങ്ങനെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ വന്നു. അങ്ങനെ ജമൽ യുദ്ധം ഉണ്ടായി. പിന്നീടാണ് സിഫീൻ യുദ്ധം ഉണ്ടാകുന്നത്. സിഫീൻ യുദ്ധം ഒരു ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു, മറുഭാഗത്ത് മുആവിയ റളിയല്ലാഹു അൻഹുമാ. ഒരു ആള് വന്നിട്ട് വ്യത്യസ്തയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിപ്പിക്കുകയും വേണം. അപ്പൊ മധ്യസ്ഥന്മാർ തീരുമാനമെടുത്ത് ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ ആ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു, നമ്മള് അങ്ങനെ മനുഷ്യന്മാരുടെ തീരുമാനം അംഗീകരിക്കാൻ പറ്റൂല. ആളുകൾ എങ്ങനെ തീരുമാനം പറയാ, ആളുകൾ എങ്ങനെ ഹുക്മ് പറയാ? ഇനിൽ ഹുക്മു ഇല്ലാലില്ല, വിധി പറയേണ്ടത് അള്ളാഹുവാണ്. ലോകത്തെ ഒന്നാമത്തെ ദുർവ്യാഖ്യാനം. ഇനിൽ ഹുക്മു ഇല്ലാലില്ല, വിധിയും തീരുമാനം പറയേണ്ടത് അള്ളാഹ് മാത്രമാണ്. മനുഷ്യന്മാരെങ്ങനെ വിധി പറയാ? അന്ന് ചില ആളുകൾ അതിന്റെ ആശയം മനസ്സിലാക്കാതെ സ്വഹാബത്ത് മനസ്സിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് സ്വന്തമായ അർത്ഥം അവരവിടെ ഒന്നാമത്തെ പിഴവോടെ തുടങ്ങുക. ഇന്നും ചില ആളുകളുണ്ട് നിങ്ങൾ ഇനിൽ ഹുക്മു ഇല്ലാലില്ല, അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ ഹുക്കം എന്താണെന്ന്. അപ്പൊ ഏതായാലും ഈ ആളുകൾ അവിടുന്ന് പുറത്തുപോയി, മധ്യസ്ഥ തീരുമാനം അംഗീകരിക്കൂല. അവരാണ് ഖവാരിജുകൾ. ഈ ഖവാരിജുകൾ നേരെ പോയത് ഹറൂറിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അതുകൊണ്ട് അവർക്ക് അൽ ഖവാരിജുൽ ഹറൂറിയ എന്ന് പറയാറുണ്ട്. അവര് ഈ മധ്യസ്ഥ തീരുമാനത്തെ അംഗീകരിച്ച ആളുകളൊക്കെ കാഫിറാന്ന് പറഞ്ഞു. അപ്പൊ അലിന്റെ കൂടെയും മുആവിയന്റെ കൂടെയും റളിയല്ലാഹു അൻഹുമാ, രണ്ടു കൂട്ടരുടെയും കൂടെ സ്വഹാബികളുണ്ട്, കുറച്ച് താബിയങ്ങളുണ്ട്. അവരൊക്കെ വരെ ഭാഷയിൽ ആരാ? കാഫിരീങ്ങളാ. ഇവരുടെ കൂടെ പോരാത്ത ഈ ഖവാരിജുകളുടെ കൂടെ പോകാത്തവരൊക്കെ കാഫിർ. അങ്ങനെ സകല സ്വഹാബിമാരെയും അന്ന് നിലവിലുള്ള സകല താബിയോകളെയും ഇവരൊക്കെ കാഫിറായി ചിത്രീകരിച്ചപ്പോ പിന്നെന്താ ഉണ്ടാകുക? റസൂലിൽ നിന്ന് ഹദീസ് കേട്ടത് സ്വഹാബികളാ, ആ സ്വഹാബികളിൽ നിന്ന് ഹദീസ് കേട്ടത് താബിയങ്ങളാ. കാഫിരീങ്ങളായ താബികളും കാഫിരീങ്ങളായ സ്വഹാബികളുമാണെങ്കിൽ ഓല ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അവരുടെ ഹദീസുകൾ മുഴുവൻ പുറത്തായി. ഈ നിലക്കാണ് ഹദീസ് പിന്നെ ഖവാരിജുകൾ ആദ്യമായി കൊണ്ട് ഹദീസ് നിഷേധവുമായി രംഗത്ത്. അവർ പറഞ്ഞു തഹ്കീമിന് ഈ വിധി സ്വീകരിച്ചല്ലോ, അത് മുമ്പുള്ള ചില ആളുകളൊക്കെ അവരൊക്കെ അദൂലുകളും നീതിമാന്മാരുമാണ്. എന്നാൽ അലിയുടെ ഈ തഹ്കീമിനെ അംഗീകരിച്ച അല്ലെങ്കിൽ മുആവിയയുടെ കൂടെ നിന്ന ഞങ്ങളുടെ കൂടെ വരാത്ത ആളുകളൊക്കെ കാഫിർ എന്ന വിധി എഴുതിയപ്പോൾ അവരെന്ത് ചെയ്തു? പ്രവാചകനിൽ നിന്ന് ഹദീസ് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പല സ്വഹാബിമാരെയും പല താബികളെയും കാഫിറായി ചിത്രീകരിച്ചതോടുകൂടി അവരുടെ എല്ലാം ഹദീസുകൾ നിഷേധിക്കുന്ന സ്വീകരിക്കാത്തൊരവസ്ഥയിലേക്ക് അവരെത്തി. പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നുണ്ട്. കൂടുതൽ ചർച്ചയിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട അഹ്ലുൽ ബൈത്തുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ഹദീസുകളുണ്ടോ അതൊക്കെ അവർ നിഷേധിക്കേണ്ടി വന്നു. ഇങ്ങനെ ഒന്നാമത്തെ ഹദീസ് നിഷേധം ഖവാരിജുകളിലൂടെ. രണ്ടാമത്തത് ഒരു വിഭാഗമാണ് ഷിയാക്കൾ. ആരാ ഷിയാക്കള്? അന്ന് ഈ തഹ്കീമിനെ, അതായത് മധ്യസ്ഥ തീരുമാനത്തെ അംഗീകരിക്കാതെ പുറത്തുപോയവരാണ് ഖവാരിജുകൾ. അന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇത് അംഗീകരിച്ചുകൊണ്ട് നിന്ന ആളുകളാണ് ഷിയാക്കൾ. ഷിയ എന്ന് പറഞ്ഞാൽ കക്ഷി എന്നേ അർത്ഥമുള്ളൂ. ഷിയാത്തു അലി എന്ന, അതിനാണ് ഇപ്പോ അഷിയ എന്ന് പറയുന്നത്, ഷിയാക്കൾ. അപ്പൊ യഥാർത്ഥത്തിൽ ഷിയ എന്ന് പറഞ്ഞാൽ അലിയുടെ കക്ഷി എന്നാണ്. അന്ന് അലിയുടെ കൂടെ നിൽക്കുമ്പോ റളിയല്ലാഹു അൻഹു കുഴപ്പമോ വലിയ പ്രശ്നമോ ഫിത്നയോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാലക്രമേണ ആ ആളുകളിലേക്കും വ്യതിയാനങ്ങൾ വരികയാണ്. അവരിങ്ങനെ പഴച്ചു പോവുകയാണ്. കുറെ കഴിഞ്ഞപ്പോ അലിയെ അവർ അള്ളാഹുവായി ചിത്രീകരിച്ചു. അലി ദൈവമാണെന്ന് പറഞ്ഞു, അലി അള്ളാഹു ആണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വരെ ചുട്ടുകൊല്ലണം. കാരണം ലോകത്ത് ഒരാളും പറയാത്തൊരു വർത്താന.
കൂടെ നടന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് അള്ളാഹു എന്ന് പറഞ്ഞ ഒരു കൗമ് ഷിയാക്കൾ. ഈ ഷിയാക്കളെ ചുട്ടുകൊല്ലണം എന്ന് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ കൗമ് പറയാ, അപ്പൊ അലി പടച്ചവനാന്ന് ഉറപ്പായി, കാരണം തീ കൊണ്ട് ശിക്ഷിക്കുന്നവൻ അള്ളാഹുവാണ്. പേച്ചാ പിന്നെ എങ്ങനെ പിടുത്തം കിട്ടൂല. ആ നിലക്ക് വഴിപടച്ചു പോയി ഷിയാക്കൾ പിൽക്കാലത്ത്. ഇവരെന്ത് ചെയ്തു? ഇവരെ സംബന്ധിച്ചിടത്തോളം നീ മനസ്സിലാക്കുക, ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഇവരൊക്കെ പുറത്താ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ അടുത്ത ഖലീഫ അലി ആകണമെന്ന് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ ആ ഖിലാഫത്ത് തട്ടിയെടുത്തതാണ്. അതുകൊണ്ട് അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു. ഇന്നും അവരുടെ ഭാഷയിൽ അബൂബക്കറും ഉമറും ഒക്കെ മുനാഫിക്കീങ്ങളാ. അവർക്കൊരു വാദമുണ്ട്, ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഉണ്ടായിരുന്നു, ഇതൊന്നല്ല ഇപ്പോഴൊന്നല്ല, അതൊക്കെ അവർ അഹ്ലുസുന്നന്റെ ആളുകൾ ഒഴിവാക്കിക്കുക, അതൊക്കെ അബൂബക്കറിനെയും ഉമറിനെയും ചീത്ത പറഞ്ഞുകൊണ്ടുള്ള ആയത്തുകളാ, അതൊക്കെ അവർ ഒഴിവാക്കിക്കൊണ്ടെന്നാണ് ഷിയാക്കളുടെ വാദം. യഥാർത്ഥ മുസ്ഹഫ് ഞങ്ങളുടെ കയ്യിലുള്ള ഫാത്തിമി മുസ്ഹഫാണ്. അത് സർദാബിൽ മറഞ്ഞിരിക്കുന്ന അവസാനത്തെ ഇമാമായ മുഹമ്മദിന്റെ കയ്യിൽ, ഇമാം മുഹമ്മദുൽ മഹദിയുടെ കയ്യിലാണ്. ആ മഹദി തിരിച്ചു വരുമ്പോഴാണ് യഥാർത്ഥ ഫാത്തിമി മുസ്ഹഫ് കൊണ്ടുവരിക എന്നൊക്കെയാണ് ഷിയാക്കളുടെ വിശ്വാസം. ഈ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികളൊക്കെ കാഫിരിങ്ങളാണ്, എല്ലാവരും പേച്ചോരാ. മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് സമീപത്തുള്ള 2 വിഗ്രഹങ്ങൾ എടുത്തു മാറ്റേണ്ട സമയം എന്നോ കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് ഷിയാക്കൾ. 2 വിഗ്രഹങ്ങൾ അവരെ കുറിച്ച് പറയാറുള്ളത്. ഇറാഖിലും അതേപോലെ പല സ്ഥലങ്ങളിലും പിന്നെ പല ഖബറുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ 5ഉം 8ഉം ഖബറുകളൊക്കെ. അലി റളിയല്ലാഹുവിന്റെ ഖബർ പലയിടത്തും. ഇതൊക്കെ ഷിയാക്കൾ ഉണ്ടാക്കി വെച്ചതാ. അവിടെ ഇറാഖിൽ അവര് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ഒരാള്, ഉമർ റളിയല്ലാഹുവിനെ കൊന്ന ആളുണ്ടല്ലോ, അബൂ ലുഅ്ലുഅത്തുൽ മജൂസി, അയാളുടെ പേരിൽ ഖബറുണ്ട് ഇറാഖിൽ. ആ ഖബറിന്റെ 4 പേരും തക്ബീർ ചൊല്ലി കൈ കൊട്ടി ആഘോഷിച്ച് ആടി തിമർക്കാറുണ്ട് അവര്. ആ അബൂ ലുഅ്ലുഅന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും, ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയും. അത് ഷിയാക്കളുടെ സ്വഭാവം. അതുകൊണ്ട് ആ ലോകത്തുള്ള സകല ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഷിയാക്കളെ ഇസ്ലാമിൽ നിന്ന് മാറ്റി നിർത്തും. അത് ഒഴിവാക്കാത്ത ഒറ്റ കൂട്ടരേ ഉള്ളൂ, നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രം. യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കള്, യഥാർത്ഥ ഇസ്ലാമിന്റെ ഭരണം, യഥാർത്ഥ ഹാക്കിമിയത്തും ഖിലാഫത്തൊക്കെ നടക്കുന്നത് ഇറാനിലാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സ്വഹാബികളെ അവഗണിച്ച് അവരെ മാറ്റിവെച്ച് അവരൊക്കെ കാഫിറുകളാണെന്ന് മുദ്രകുത്തിയ ഷിയാക്കൾ അവരൊരിക്കലും റസൂലിന് സ്വഹാബികൾ ഹദീസ് കേട്ടുമെന്ന് പറയൂല. ഇത് കേട്ടു എന്ന് പറഞ്ഞാൽ അതിനെ വിശ്വസിക്കൂല. അതുകൊണ്ട് അവരുടെയൊക്കെ ഹദീസുകൾ അവരെന്ത് ചെയ്തു? മാറ്റിവെച്ചു. ഒരൊറ്റ ആളെ ഹദീസ് ഇവർ സ്വീകരിച്ചില്ല. ഇവർക്ക് വേറെ കുറെ ഹദീസുകളുണ്ട്, ഇവരുടെ ഒരു പരമ്പരകളുണ്ട്. ഇവർക്ക് റസൂലോ മലക്കോ ഒന്നുമല്ല വലുത്, അവർ നിശ്ചയിച്ച 12 ഇമാമുകൾ. അതുകൊണ്ട് ഇമാം ഇസ്നാ അശരിയ എന്നവരെ കുറിച്ച് പറയാറുള്ളത്. ഇമാമിയത്തിന്റെ ആളുകളാണ് അവർ. ഇമാമിയത്ത് പൊളിഞ്ഞാൽ ദീന് പൊളിഞ്ഞു എന്നാ. ഇമാമ് തെറ്റു ചെയ്യൂല, മാസൂമ. മലക്ക് തെറ്റു ചെയ്യാം, പ്രവാചകനും തെറ്റു ചെയ്യാം, പക്ഷെ ഇമാമുമാർ തെറ്റു വരൂല, മാസൂമുകളാണ് എന്നാണ് ഷിയാക്കളുടെ വാദം. അബൂ ഹുറൈറ നരകത്തിലാണ്. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അബൂ ഹുറൈറക്കോ സമുറത്ത് ഇബ്നു ജുൻദുബ് എന്ന് പറയുന്ന സ്വഹാബിക്കോ ഇല്ല എന്ന് ഷിയാക്കൾ എഴുതി വെക്കുക. ഉസൂലുൽ കാഫി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. പിന്നെ ഇമാം കുലൈനി എന്നാണ് പറയുക. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമാമ അവരുടെ ഇമാമുമാരിലൂടെ അല്ലാത്ത വന്ന എല്ലാ ഹദീസുകളും ഒക്കെ ബാത്തിലാണ്. അപ്പൊ അവരും ഹദീസുകൾ ആ നിലക്ക് നിഷേധിക്കേണ്ടായി. ഇനി സഹോദരന്മാരെ, പിന്നെ വന്ന മറ്റൊരു കക്ഷിയാണ് മുഅ്തസിലി. ഇവിടെ നമ്മൾ ശരിക്കും ചില കാര്യങ്ങൾ വേറിട്ട് മനസ്സിലാക്കാൻ. ഖവാരിജുകളും ഷിയാക്കളും രംഗത്ത് വന്നത് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. രാഷ്ട്രീയത്തിന്റെ വിത്തുകളാണ് അവർ, അതിലൂടെ മുളച്ചതാണ്. മുഅ്തസിലിയത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിയായി വന്നതല്ല, അതൊരു പ്രത്യേകമായ തത്വചിന്തയുടെ ഭാഗമായി കൊണ്ടുവന്നതാണ്. വേണമെങ്കിൽ ഗ്രീക്ക് തത്വചിന്താഗതി സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കടന്നു വന്ന ആളുകളാണ് മുഅ്തസിലികൾ. വാസിൽ ഇബ്നു അതാ എന്ന് പറയുന്ന ആളാണ് ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ളയാൾ. പിന്നെ അവരിൽ നിന്നാണ് പല അവാന്തര വിഭാഗങ്ങളും പഴച്ചുപഴച്ചവരുമായി രൂപത്തിൽ മാറിപ്പോയത്. ഇവരുടെ അടിസ്ഥാന തത്വം എന്താണെന്നറിയോ? അതായത് ദീനെന്ന് പറഞ്ഞാൽ ആയത്തും വേണ്ട, ഹദീസും വേണ്ട. തീരെ ആയത്തും ഹദീസും വേണ്ടെന്നല്ല, എനിക്ക് ദീന് മനസ്സിലാക്കാൻ ആയത്തിന്റെ ആവശ്യമില്ല, ഹദീസിന്റെ ആവശ്യമില്ല. മറിച്ച് എന്റെ ബുദ്ധി കൊണ്ട് ഒരു കാര്യം എനിക്ക് ഖൈറായി തോന്നിയാൽ അത് ദീനാണ്. എന്റെ ബുദ്ധി കൊണ്ട് എനിക്കൊരു കാര്യം ഷർറായി തോന്നിയാലോ അത് ദീനിൽപ്പെട്ടതല്ല. എന്ന് പറഞ്ഞാൽ
മനുഷ്യബുദ്ധിക്ക് വ്യക്തമായ സ്വാതന്ത്ര്യം കൊടുക്കുക. ദീന് സ്വീകരിക്കാനും ദീന് നിഷേധിക്കാനും, ദീന് ഉണ്ടാക്കാനും ദീന് തള്ളാനും മനുഷ്യബുദ്ധിക്ക് വ്യക്തമായ സ്വതന്ത്രമായ അവകാശം കൊടുക്കുന്ന ഒരു സമൂഹം, ആ ഒരു പ്രവണത മുഅ്തസിലാക്കളുടെ കടന്നു വന്നു. ചുരുക്കത്തിൽ അവസാനം അവർ എത്തിച്ചേർന്നത് എന്താണോ ബുദ്ധി അംഗീകരിക്കുന്നത് അതേ ദീനുള്ളൂ. എനിക്കൊരു കാര്യം അന്ധവിശ്വാസമായി തോന്നിയാൽ അത് ഖുർആൻ ഉണ്ടെങ്കിലും ശരി, ഹദീസ് ഉണ്ടെങ്കിലും ശരി, ഞാൻ സ്വീകരിക്കൂല. അത് എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അത് എന്റെ ബുദ്ധി യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഈ ആളുകളാണ്. ഖവാരിജുകളും അതിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ചരിത്രത്തിന്റെ മറ്റൊരു വസ്തുതയാണ്. പക്ഷെ തുടക്കം കുറിച്ചത് ഈ പറഞ്ഞ മുഅ്തസിലിയാക്കളാണ്. പിന്നെയോ ഹദീസ് നിഷേധത്തിന് അവർ സ്വീകരിച്ച മറ്റൊരു മാർഗം, അതും തുടക്കം കുറിച്ചത് ഇവർ തന്നെയാണ്. ആഹാദായ ഹദീസ് സ്വീകരിക്കൂ, മുത്തവാത്തിർ ആഹാദായ ഹദീസ് വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റൂല, മുത്തവാത്തിറായ ഹദീസ് മാത്രമേ പറ്റുകയുള്ളൂ. ഞാൻ അതുകൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ എന്താ അവിടെ ആഹാദായ ഹദീസ്, മുത്തവാത്തിറായ ഹദീസ്, അതൊന്ന് ചുരുക്കി മനസ്സിലാക്കണം. അപ്പോഴേ നമ്മൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. ഇന്നും ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമി അദ്ദേഹം പറഞ്ഞു നടക്കുന്നുണ്ട്, ആഹാദ് അഖീദയിൽ സ്വീകരിക്കാൻ പറ്റൂല. അത് ഞാൻ പറഞ്ഞു, പിഴവുകള് പുതിയതുണ്ടായതല്ല, പഴയതിലേക്ക് ആഡ് ചെയ്താൽ മതി. ആഹാദ് വിശ്വാസകാര്യങ്ങളിൽ ആ ഹദീസ് പറ്റൂല, മുത്തവാത്തിർ മാത്രമേ പറ്റൂ. അതെന്താണെന്നറിയോ? മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ഹദീസ് കേട്ട ആദ്യം കേൾക്കുന്ന സ്വഹാബികളാണല്ലോ. ഒരുപാട് സ്വഹാബികൾ ഉണ്ടാവും. അതിന് ത്വബക്ക എന്നാണ് പറയാ ഹദീസിന്റെ ഭാഷയിൽ. ഒന്നാമത്തെ ത്വബക്ക സ്വഹാബികളാ, രണ്ടാമത്തെ ത്വബക്ക താബിഉകളാ, അടുത്ത ത്വബക്ക തബഉ താബിഉകളാ. പിന്നെ ഇങ്ങനെ വന്ന് ഹദീസ് ഉദ്ധരിക്കുന്ന ബുഖാരിയോ മുസ്ലിമോ തിർമിദിയോ അബൂദാവൂദ് ഇബ്നു മാജ നസായി ആരോ ആകട്ടെ, അവർ വരെയുള്ള ആ ഓരോ ത്വബക്കകൾ, ഓരോ ഘട്ടങ്ങൾ, ഈ ഓരോ ഘട്ടങ്ങളിലും ഈ ത്വബക്കകളിലൂടെ വരുന്ന ഹദീസ് ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത രൂപത്തിൽ കൃത്യവും വ്യക്തവുമായ നിലക്ക് സഹീഹായി, ഇപ്പൊ എല്ലാവരും കൂടി ഇപ്പൊ കളവ് പറയാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത നിലക്ക് അത്രത്തോളം കൂടുതൽ ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. കാരണം 100ഓളം സ്വഹാബികൾ അല്ലെങ്കിൽ 10-25 സ്വഹാബികൾ ആരും നുണ പറയില്ല. പിന്നെയോ 10-25 താബിയങ്ങൾ ആരും കളവ് പറയൂല. പിന്നെ അടുത്ത തബൂ താബികളും അവരും കളവ് പറയാൻ സാധ്യതയുള്ള ആരുമില്ല. അപ്പൊ ഒരു ഘട്ടത്തിലും കളവ് പറയാൻ സാധ്യതയില്ലാത്ത നിലക്ക് അത്രമാത്രം കൂടുതൽ എണ്ണം ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിനാണ് മുതവാത്തിർ എന്ന് പറയാം. ആഹാദ് എന്ന് പറഞ്ഞാലോ നമ്മളാ ചില ആളുകൾ ധാരണം അത് തീരെ പറ്റാത്ത ഹദീസാണെന്ന്. അല്ല, ആഹാദായ ഹദീസ് ഒക്കെ മാറ്റണം എന്ന് പറഞ്ഞാൽ പിന്നെ ഹദീസിൽ മുക്കാലും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ആഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോ സ്വഹാബി പ്രവാചകനിൽ നിന്ന് കേട്ട ആ സ്വഹാബികളുടെ ഒന്നാമത്തെ ത്വബക്കയിൽ ചിലപ്പോ ഒരാളെ ഉണ്ടാവുള്ളൂ, ചിലപ്പോ 2 ആളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ താബിഈന് അല്ലെങ്കിൽ ശേഷമുള്ള ആളുകൾ ചിലപ്പോൾ 1-2 ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ മുതവാത്തിറിന്റെ അത്രത്തോളം പരിധിയിൽ എണ്ണം എത്താത്ത ഹദീസുകൾക്ക് എന്ത് പേര് പറയാ? ആഹാദ് എന്ന് പറയാ. അപ്പൊ ആഹാദായ ഹദീസൊക്കെ തള്ളണമെന്ന് പറഞ്ഞാൽ അവിടേക്ക് ആ ബഹുമാനായ അബ്ദുസ്സലാം സുല്ലമി എത്തിയിട്ടുള്ളത്. ദേഷ്യം തീർക്കല്ല, സ്നേഹത്തോടു കൂടിയേ പറയുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇസ്ലാം ദീനെ സംബന്ധിച്ച നമ്മൾ നമ്മുടെ പരലോകം എപ്പോഴും നോക്കണം. ഓരോരോ കാലഘട്ടത്തിലും ഓരോരോ ചിന്താഗതികൾ വരും. ഇനി നിങ്ങൾ ആലോചിക്കും, ഈ നിലക്ക് ആഹാദായ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഹദീസുകൾ തള്ളേണ്ടി വരുന്നറിയോ? ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയും ഒരു ജൂത സ്ത്രീയും തമ്മിൽ സംസാരം നടക്കുന്നുണ്ട്. എന്താ സംസാരം? ഈ ഖബറിലെ ശിക്ഷയെക്കുറിച്ചും പരീക്ഷണങ്ങളെ സംബന്ധിച്ചുമാണ്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ജൂത സ്ത്രീയോട് പറഞ്ഞു, ഖബറിലെ ശിക്ഷയും പരീക്ഷണവും ഒന്നും ഞങ്ങൾക്കുള്ളതല്ല, അതൊക്കെ ജൂതന്മാർക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോഴാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുന്നത്. പ്രവാചകൻ പറഞ്ഞു, ആയിഷ, എനിക്ക് വഹി കിട്ടിയിട്ടുണ്ട്. എന്താ വഹി എന്നറിയോ? ഇന്ന ഹാദിഹിൽ ഉമ്മത തുഫ്തനു ഫീ ഖുബൂരിഹിം, നമ്മുടെ ഈ ഉമ്മത്ത്, എന്റെ ഈ ഉമ്മത്ത് ഖബറിൽ പരീക്ഷിക്കപ്പെടും, ഖബറിൽ രക്ഷയുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് എനിക്ക് വഹി കിട്ടിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് പറഞ്ഞു കൊടുത്തു? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. അപ്പൊ റസൂലിന് ഇപ്പൊ ഈ ഹദീസ് കേട്ട ആളുകൾ എത്ര ആളാ? ഒരൊറ്റ സ്വഹാബി വനിത, ഒരൊറ്റ ആള്. ഇങ്ങനത്തെ ഹദീസുകൾക്ക് ആഹാദ് എന്ന് പറയാം. അപ്പോ ഈ ഹദീസ് ആയിഷ മാത്രമേ റസൂലിൽ നിന്ന് കേട്ടിട്ടുള്ളൂ, പിന്നെ സ്വഹാബികളൊക്കെ ആയിഷയിൽ നിന്ന് കേട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ആഹാദായ റിപ്പോർട്ടാന്ന് പറഞ്ഞ് തള്ളിയാൽ ഇവൻ എന്തിനെ തള്ളേണ്ടി വരും? ഖബർ ശിക്ഷയെ നിഷേധിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ അബ്ദുസ്സലാം സുലൈം പറഞ്ഞു, ഖബറിൽ ശിക്ഷയില്ല. അപകടം നോക്കണം നിങ്ങൾ.
ഗൗരവം മനസ്സിലാക്കി നല്ല വായിച്ചു കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് കയ്യിൽ രേഖകളുണ്ട്. കബൽ ശിക്ഷല്ല. അവിടേക്കാണ് ഇപ്പോൾ മറ്റൊരു കോമ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാ പറഞ്ഞു, ചരിത്രത്തിൽ ഹദീസ് വിഷയത്തിൽ ചരിത്രം പറയുമ്പോൾ പിന്നെ എന്താ സംഭവിച്ചെന്ന് വേറെ പറഞ്ഞതിന്റെ ആവശ്യമില്ല. ആ നിലക്ക് നിങ്ങളെ കാര്യം മനസ്സിലാക്കി. അപ്പോ ആഹാദുകളാകട്ടെ മുത്തവാത്തിറുകളാകട്ടെ ഹദീസിന്റെ പരമ്പര സ്വഹീഹാണെങ്കിൽ നമുക്കത് സ്വീകാര്യമാണ്. അപ്പോ ഈ മുഅ്തസിലാക്കൾ ഇതും പറഞ്ഞു. പിന്നെ അവരെന്ത് ചെയ്തു? ജിന്ന്, ശൈത്താന്, സിഹർ, ആ ജാതി കംപ്ലീറ്റ് എല്ലാം നിഷേധിച്ചു. അടച്ചങ്ങട്ട് തള്ളി. അതെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. പല കാരണങ്ങളും അതിന് പറഞ്ഞു. അപ്പൊ ഈ നിലക്ക് ഖവാരിജുകളിലൂടെ, മുഅ്തസിലിയാക്കളിലൂടെ, ഷിയാക്കളിലൂടെ ഒരുപാട് ഹദീസുകൾ നിഷേധിക്കുന്ന അവസ്ഥ ലോകത്ത് കടന്നു വന്നു. പിന്നെ ഈ അടുത്ത കാലത്തുണ്ടായ മറ്റേ ഹദീസ് നിഷേധികളല്ല, കുറച്ചൊക്കെ ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ആളുകളിൽ ഇപ്പൊ ഇസ്ലാമിക പൈതൃകം കൃത്യമായി അറിയാത്തതിനാലും അതോടൊപ്പം ഇച്ഛകളുടെയും ചീത്ത ചിന്ത വ്യതിയാനങ്ങളുടെയും പിന്നാലെ പോയിട്ടുമുള്ള ചില ആളുകൾ, അതിനൊക്കെ പിടിയിൽ അമർന്ന പാശ്ചാത്യ സംസ്കാരങ്ങളോടും അതേപോലെ അതിന്റെ എഴുത്തുകാരോടൊക്കെ ബന്ധമുണ്ടായിരുന്ന ആളുകൾ, ചില ആളുകൾ. അതിലൊന്നാണ് മുഹമ്മദ് അബ്ദു, മിസ്റുകാരനാണ്. അദ്ദേഹം പറ്റ ഹദീസ് നിഷേധിയല്ല. പക്ഷേ ഹദീസിന്റെ വിഷയത്തിൽ ഈ പറഞ്ഞ പോലെ ഓറിയന്റലിസ്റ്റുകളുടെ നയമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇവിടെ പോയിന്റ് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മളൊക്കെ പലപ്പോഴും സമസ്തക്കാരുടെ പ്രഭാഷണങ്ങളുടെ കേൾക്കാറുണ്ട്. റഷീദുർ സമസ്ത പ്രഭാഷണക്കാരൻ മുഹമ്മദ് അബ്ദുവിന്റെ വിരോധ ചെയ്തു. അതുകൊണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ ആദ്യം കേട്ടത് അവരുടെ ഈ മുഹമ്മദുവിന്റെ ഇഖ്വാനി ചിന്താഗതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകും. ചില യുക്തിവാദങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്, സംശയമൊന്നുമില്ല. അതിനുശേഷമാണ് അവർ തൗബ ചെയ്തിട്ട് യഥാർത്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലേക്കും വഴിയിലേക്കും കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ആ ആരോപണങ്ങൾ വരുന്നത്. അപ്പൊ ആരെങ്കിലും റഷീദുരി അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇന്ന ആളിങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പെട്ടെന്ന് ചോദിച്ചു കേൾക്കുമ്പോൾ നമ്മൾ അതിൽ ബേജാറാകേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഏതായാലും ഉസ്താദ് മുഹമ്മദ് അബ്ദു അദ്ദേഹം മിസ്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ചില പ്രത്യേകമായ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഹദീസിനെ നീക്കിവെച്ച ഒരാളായിരുന്നു. പറ്റ നീക്കിവെച്ചതല്ല. അദ്ദേഹത്തിനെ കുറിച്ച് അത് പറയുന്നത് കാണാം. ലൻ നഖൂമ ഇല്ലാ ബിർറൂഹി, ഈ ഉമ്മത്തിനെ കുറിച്ച് പറയാ, ലം തഖൂമ ഇല്ലാ ബിർറൂഹില്ലതി കാനത് ഫിൽ ഖർനിൽ അവൽ വഹുവൽ ഖുർആൻ വകുല്ലു മാ അദാഹു ഫഹുവ ഹിജാബുൻ ഖായിമുൻ ബൈനഹു വബൈനൽ ഇൽമി വൽ അമൽ. ആദ്യ നൂറ്റാണ്ടിലെ ആളുകൾ സ്വീകരിച്ചത് ഖുർആൻ മാത്രമാണ്. ആ ഖുർആൻ കൊണ്ട് മാത്രമേ ഈ സമൂഹവും നിലകൊള്ളുകയുള്ളൂ. ഖുർആൻ അല്ലാത്ത ബാക്കിയുള്ളവയെല്ലാം ഇൽമിനും അറിവിനും ഇടക്കുള്ളൊരു മറയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹദീസുകളെ കുറിച്ച് ഈ മുഹമ്മദ് അബ്ദു എഴുതിയത്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ലാ യുംകിനു അൻ യുഅ്തബറ ഹദീസുൻ മിൻ ഹദീസിൽ ആഹാദി ദലീലൻ അലൽ അഖീദ. വിശ്വാസ കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ആഹാദായ ഹദീസുകളെ സ്വീകരിക്കാൻ പറ്റൂല എന്നും മുഹമ്മദ് അബ്ദു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഒരു സമീപന രീതി അദ്ദേഹത്തിനും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ പിഴച്ച നിലപാട് പിൽക്കാലത്ത് അദ്ദേഹത്തിൽ നിന്നും പലരും സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പല വിദ്യാർത്ഥികളും അത് ഏറ്റെടുക്കുകയും അന്നത്തെ ആളുകൾക്ക് പറഞ്ഞ അന്നത്തെ പോലെ ഒരു അഫ്ദലുൽമക്ക് പോയി പഠിച്ചിട്ട് പിന്നെ വേറെന്തെങ്കിലും പണി നോക്കി നടക്കുന്ന ആളുകളായിരുന്നില്ല. അവർ പിന്നെ എഴുത്തുകാരാകുകയാണ്, പിന്നെ ഗ്രന്ഥകാരന്മാരാകുക. അപ്പൊ ആ ഉസ്താദ് പഠിച്ചത് അവിടെ എഴുതി വെക്കും. അത് രചനയായി, അത് കിതാബായി രൂപാന്തരപ്പെട്ടു. അത് ലോകത്ത് പിന്നെ വ്യാപിക്കുകയാണ്. അപ്പൊ എന്താ ഉണ്ടാകുക? ഇവരുടെ ഈ ചിന്ത ലോകം മുഴുവൻ വ്യാപിക്കും. അങ്ങനെ മിസ്റിന്ന് പലതും ഇങ്ങോട്ട് വന്നത്, അങ്ങനെ പല ഭാഗത്തുനിന്നും ഇന്ത്യയിലേക്ക് പലതും കടന്നു വന്നത്. അവിടെയാണ് നമ്മൾ സലഫികൾ പ്രത്യേകം ഒരു കാര്യം ഉണർത്തി, എവിടെ നിന്ന് വന്നാലും എന്തു വന്നാലും ഖുർആനിനോട് ബന്ധമുണ്ടോ, ഹദീസിനോട് ബന്ധമുണ്ടോ, സലഫിന്റെ മനഹജുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ സ്വീകരിക്കാവൂ എന്നുള്ള നയം നമ്മൾ സ്വീകരിക്കാനും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുവാനുള്ള കാരണം അതായിരുന്നു. പിന്നെ ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേപോലെ വന്ന മറ്റൊരു ആളായിരുന്നു പിന്നെ ഡോക്ടർ അഹ്മദ് അമീൻ. അദ്ദേഹം പിന്നെ അറബി കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം, ഫജറുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം, അതേപോലെ ലുഹൂറുൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന ഒരുപാട് സാഹിത്യ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്.
അതിലെ ഈ ഫജ്റുൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അധികവും ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തരം നിഷേധാത്മകമായ ചർച്ചയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അറേബ്യൻ ലോകത്ത് ഈ തരത്തിലുള്ള പലതരം ഹദീസ് നിഷേധ ചിന്താഗതികളും കടന്നു വന്ന് പിന്നെ അത് നമ്മുടെ ഇന്ത്യയിലേക്കും വരികയാണ്. എന്നിട്ട് നമുക്ക് കേരളത്തിലേക്ക് വരാം. ഇന്ത്യയിലേക്കും വന്നു. അത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചത് ഒന്ന് പ്രഗത്ഭരായ ചില ആളുകൾ, ഒന്ന് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനിയ. ഇന്ത്യയിൽ വെള്ളക്കാരുടെ ഭരണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈസാ നബിയെ ഉയർത്തിയിട്ടുമില്ല, ഇറങ്ങൂല്ല. ഉത്തരവാദ അതാ മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി. മുഹമ്മദ് നബിയോടുകൂടി പ്രവാചകത്വം അവസാനിച്ചിട്ടില്ല എന്ന വാദവുമായി വന്ന ആളാണ് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി. അദ്ദേഹം പിന്നെ ഒരുപാട് അപകടമായ വിശ്വാസങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് നീങ്ങുന്നില്ല. ഹദീസിൽ നിഷേധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഇത് കിട്ടിയത്, ഈ വൃത്തി ഇദ്ദേഹത്തിന് കിട്ടിയത് സർ സയ്യിദ് അഹമ്മദ് ഖാനിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അതിനൊക്കെ പറഞ്ഞത് എഴുത്തുകാരനാണ്, ചിന്തകനാണ്, പിന്നെ ആ നിലക്കുള്ള ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പക്ഷേ ഹദീസിന്റെ വിഷയത്തിൽ അദ്ദേഹം തന്നെ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കാനും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഹദീസിനോടുള്ള സമീപനം മനസ്സിലാക്കാൻ കഴിയും. ബുദ്ധിക്ക് എതിരാകുന്ന, അല്ലെങ്കിൽ ശാസ്ത്രീയമായ സത്യങ്ങൾക്കെതിരാകുന്ന, ചരിത്ര യാഥാർത്ഥ്യങ്ങൾക്കെതിരാകുന്ന ഹദീസുകളെയൊക്കെ നിഷേധിക്കുന്ന, എതിർക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ സർ സയ്യിദ് അഹമ്മദ് ഖാനും ഉണ്ടായിരുന്നത്. കാരണം ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, നമ്മൾ പല പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ബുക്കുകളിൽ തന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ചൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നമ്മളത് എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഹദീസിന്റെ വിഷയത്തിലും ഇത്തരം ചിന്താഗതികളൊക്കെ അവർക്കുണ്ടായിരുന്നു. പിന്നെയാണ് ഗുലാം അഹമ്മദ് പർവേസ് എന്ന് പറയുന്ന മറ്റൊരാളും കടന്നു വന്നത്. അദ്ദേഹം പിന്നെ ഹദീസിനെ മൊത്തത്തിലാണ് തള്ളി. ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് വ്യക്തമായി പറഞ്ഞു. റഈസു ജംഇയ്യത്തു അഹ്ലുൽ ഖുർആൻ എന്ന സംഘടന ഉണ്ടാക്കി, അഹ്ലുൽ ഖുർആൻ സൊസൈറ്റി. അതാണ് പിന്നെ ചേകനൂർ ഇവിടെ ഉണ്ടാക്കിയത്, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്തും കൂടി കൂട്ടിക്കൊടുത്തു. കാരണം സുന്നത്ത് കൂട്ടിയില്ലെങ്കിൽ കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിന് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നുള്ള പേര് ചേകനൂർ ഇട്ട് കൊടുത്തു. അപ്പൊ ഈ ഗുലാം അഹമ്മദ് പർവേസ് വന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞിട്ടുണ്ടോ, നമസ്കാരം ഇങ്ങനെ നിങ്ങൾ ഖുർആനിൽ ഹദീസിലെ കാണുമ്പോൾ 5 നേരോ അല്ലെങ്കിൽ ഇങ്ങനെ രൂപത്തിലൊന്നുമില്ല, എന്നൊന്നും ആവശ്യമില്ല എന്നാ. അതിന് അദ്ദേഹം കാരണം പറഞ്ഞത്, നമസ്കാരം കൃത്യമായി ഇങ്ങനെ 4 റക്അത്ത്, 2 റക്അത്ത്, 3 റക്അത്ത് അങ്ങനെയൊക്കെ നമസ്കരിക്കണമെങ്കിൽ എന്റെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞുകൂടായിരുന്നോ എന്നാണ്. ഇതെന്റെ ചോദ്യമാണ്. എന്നാൽ അദ്ദേഹം തന്നെ പറയുകയാണെന്ത്, ഇനി വല്ല അഹ്ലു സുന്നയുടെ ആളും പറയുകയാണ് എന്ത്, ഖുർആനിൽ ഇപ്പൊ എങ്ങനെ അതൊക്കെ പാട് വിശദീകരിക്കുക, അള്ളാഹ് ചുരുക്കി പറഞ്ഞു തന്നു, റസൂൽ വാക്കി വിശദീകരിച്ചു എന്ന് വല്ല അഹ്ലു സുന്നയുടെ ആളും വാദം അങ്ങനെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുകയാണെന്ത്, എന്തിനാ അള്ളാഹ് ഖുർആനിൽ കുറെ സ്ഥലത്ത് നിസ്കരിക്കുന്നു എത്ര സ്ഥലത്ത് പറഞ്ഞു, ഒരു ഭാഗത്ത് പറഞ്ഞിട്ട് ബാക്കിലോടത്ത് റക്അത്തിന് എണ്ണം പറഞ്ഞാൽ പോരെ, അതുകൊണ്ട് സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഒഴിവാക്കണത്, ആ കാരണം പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആനിനെതിരെ പോലും ചോദ്യം ചെയ്തയാളാണ് ഗുലാം അഹമ്മദ് പർവേസ്. ഇനി വിശദീകരിക്കുന്നില്ല. ഇതിനു ശേഷമാണ് സഹോദരന്മാരെ നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക്, നമ്മുടെ മലയാളക്കരയിലേക്ക് ഇത് കടന്നു വരുന്നത്. പല ആളുകളും ഉണ്ടായിട്ടുണ്ട്. പയ്യനങ്ങാടിക്കാരനായിരുന്നൊരു മുഹമ്മദ് ഹാജി, അദ്ദേഹം ഹദീസ് മാത്രം സ്വീകരിച്ചാന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വലിയ പ്രാസംഗിക എഴുത്തുകാരോ അല്ലാത്തത് കൊണ്ട് പിന്നാലെ ആളെ കിട്ടിയില്ല. അതങ്ങനെ അങ്ങോട്ട് മാറിപ്പോയി. ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ മതി, ഹദീസ് വേണ്ട എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ പിന്നെ പല ആളുകളും വന്നിട്ടുണ്ട്. അതിൽ പിന്നെ കേരളത്തിൽ വരുന്ന ഒരു കാര്യം, മൗലാന അബുൽ ആല മൗദൂദി, അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇനി തെറ്റിദ്ധാരണ ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് മാത്രം പറയാം. മൗലാന അബുൽ ആല മൗദൂദി അദ്ദേഹം ഹദീസിന്റെ വിഷയത്തിൽ ചില നിഷേധ നയങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാരണമായിരുന്നു. ഏത്, സനദ് മാത്രമാണ് പണ്ഡിതന്മാർ നോക്കിയത്, അത് സ്വഹീഹായപ്പോൾ എല്ലാവരും എടുത്തു ഉദ്ധരിച്ചു, ഹദീസിന്റെ മത്തിന് വിഷയം അവർ പരിശോധിച്ചില്ല എന്ന ആരോപണം മുൻഗാമികൾ പറഞ്ഞ പോലെ മൗലാന അബുൽ ആല മൗദൂദി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഒരു തീരെ വിവരമില്ലാത്ത ആളെന്ന് നമുക്ക് അഭിപ്രായമല്ല. ചിന്താ സ്വാതന്ത്ര്യം, അതേപോലെ ഇസ്ലാമിക വ്യവസ്ഥിതി ഇതൊക്കെ പേരിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഏതായാലും കൊണ്ടുവന്നത്. ഇങ്ങനെ ഹദീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ചർച്ച വന്നപ്പോ ഇദ്ദേഹം ബുഖാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അപ്പൊ ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ബോധ്യമാവും. അദ്ദേഹം പറയാണ്, വഹാദൽ ഹുക്മു അലൈഹി ബിസ്സിഹ്ഹതി ബിനാഹിയത്തിൽ ഇസ്നാദ്. ബുഖാരി കുഴപ്പമില്ല, പണ്ഡിതനാണ്, അധ്വാനിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യത്തൊക്കെ പറഞ്ഞിട്ട് പറയുകയാണെന്ത്, വഹാദൽ ഹുക്മു അലൈഹി ബിസ്സിഹ്ഹതി ബിനാഹിയത്തിൽ ഇസ്നാദ്. ഈ പറഞ്ഞ ഹദീസിന്റെ ഈ ഗ്രന്ഥത്തിന്റെ സ്വഹീഹാണെന്ന് ഞാൻ പറഞ്ഞ
ഉണ്ടല്ലോ, അത് ബുഖാരിയൊക്കെ സഹീഹ് തന്നെയാണ്. പക്ഷേ അമ്മാ നഖദു അഹാദീസിഹി ബിന്നളരി ഇല ദിറായ ഫഖദ് അശർതു ആനിഫൻ ഇലാ അന്നഹു ലം യതഅല്ലഖ ബിഫന്നി അഹ്ലി റിവായത്ത് ഇലാ ഹദ്ദിൻ കബീർ. ദിറായത്ത് ആ ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ ശരിക്കും പഠിയാണെങ്കിൽ വേറെ വിശദീകരിക്കണം, ഞങ്ങൾ പോവുകയല്ല. ഹദീസുമായി അതിൽ വന്ന പരാമർശ വിഷയങ്ങൾ അത് അത്ര അങ്ങോട്ട് പോരാ എന്ന ആശയമാണ് മൗലാന മൗദൂദിക്കുള്ളത്. ഇത് ഇദ്ദേഹം അറബിയിൽ എഴുതിയതല്ല, അതിനുള്ള അത്രമാത്രം കഴിവ് അദ്ദേഹത്തിന് ഇല്ല. ഉറുദുവിൽ എഴുതിയ ഗ്രന്ഥങ്ങൾ പിന്നെ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതാ. എന്തിനാ? ഹദീസ് നിഷേധത്തിന്റെ ചരിത്രം സലഫി പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ അവിടെ ആരൊക്കെ കടന്നു വന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൊടുത്തടുത്ത് മൗദൂദിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഉറുദുവിൽ എഴുതിയ ചില ഗ്രന്ഥങ്ങളുടെ ഉദ്ധരണികൾ അത് അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ അദ്ദേഹം അവസാനം പറഞ്ഞെന്താണെന്നറിയോ? فيجب عندنا أن ينظر في المتن ويراعي في فهم الدين الذي حصلنا عليه من جهة العلم الكلي بالكتاب والسنة. ഹദീസിൽ വന്ന വിഷയങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഖുർആനിൽ കുറെ പഠിച്ചിട്ടുണ്ട്, ഹദീസിൽ കുറെ പഠിച്ചിട്ടുണ്ട്. അതിനോടൊക്കെ യോജിക്കുന്നതാണോ ശരിയാണെന്നൊക്കെ പരിശോധിച്ചിട്ട് മാത്രം സ്വീകരിച്ചാൽ മതി എന്ന നയനിലപാടാണ് മൗലാന മൗദൂദിക്കുണ്ടായിരുന്നത്. ഇതൊന്നുമില്ലാണ്ട് ബുഖാരിയിൽ നിന്ന് കാണുമ്പോൾ സ്വഹീഹാണ് എന്ന് പറയാൻ പാടില്ല എന്ന് ചുരുക്കം. ഈ ഒരു രോഗം മൗലാന മൗദൂദിയിൽ നിന്ന് നമ്മുടെ കേരളക്കരയിലുള്ള ആളുകൾക്കും കിട്ടി. അതുകൊണ്ടാണ് 2007 മൗലാന എന്താ പറയാ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ബുഖാരിയിലെ ഹദീസിനെ പൊട്ടക്കഥ എന്ന് പ്രബോധനത്തിന്റെ ഹദീസ് പതിപ്പിൽ എഴുതി വെച്ചത്. 2007 പേജ് 129 അന്ന് വിശേഷാൽ പതിപ്പായി ഹദീസ് സ്പെഷ്യൽ പതിപ്പ് ഇറങ്ങിയതാ. അതായത് എഴുതിയത് ബുഖാരിയിൽ വന്ന സംഭവത്തെക്കുറിച്ച് പൊട്ടക്കഥ. ഇന്നും ജിന്നുബാധയും സിഹറുബാധയുമായി ബന്ധപ്പെട്ട കൊണ്ട് ഹദീസുകളെയൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആധുനിക ജമാഅത്തെ ഇസ്ലാമിക സുഹൃത്തുക്കളും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ മനസ്സിലാക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഹദീസുകൾ കേട്ട സ്വഹാബികൾ നിഷേധിക്കാത്ത, അവർ വ്യാഖ്യാനിക്കാത്ത, അവർ പരിഹസിക്കാത്ത, തള്ളാത്ത കാര്യങ്ങളെ നമ്മൾ തള്ളേണ്ട ആവശ്യമില്ല. അപ്പോ ഏതായാലും ഹദീസിൽ വന്ന പരാമർശ വിഷയങ്ങൾ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ് മൗലാന അബുൽ ആല മൗദൂദിയും അതൊക്കെ നിശ്ചയിച്ചത്. ഇനി അദ്ദേഹം നിശ്ചയിച്ച ഒരുപാട് ഹദീസുകളുണ്ട് ബുഖാരിയിലെ. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വരുന്നുണ്ട്, വിശദീകരിക്കാൻ സമയമല്ല. അതേപോലെ വളരെ വ്യക്തമായ ഒന്നാണ് മസീഹുദ് ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസ്. മസീഹുദ് ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസുകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് അവസാനം പറയുന്ന വാക്കെന്താണെന്നറിയോ? ഹാദൽ മസീഹുദ് ദജ്ജാലു, അത് അറബി എഴുതിയതല്ല, ഉറുദുവിന് അറബിക്ക് മാറിയതാണ്. ഹാദൽ മസീഹുദ് ദജ്ജാലു വഗൈറുഹു മിനൽ അസാത്തീരിൽ ലത്തി ലൈസത് ലഹാ അയ്യു ഹൈസിയത്തിൻ ശറഇയ്യ. മതപരമായി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കെട്ടുകഥകളാണ് ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. വഅയ്ളൻ എന്ന് മാത്രമല്ല ലസ്നാ ഫീ ഹാജത്തിൻ ഇലൽ ബഹസി, അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടതേ ഇല്ല. ഒരു രോഗം കൂടെ മനസ്സിലാക്കുക. ഒരാൾക്കൊരു ഹദീസ് ഇഷ്ടമല്ലെങ്കിൽ അത് ചർച്ച ചെയ്യണ്ട എന്ന നയം കൂടി പണ്ടുണ്ടായിട്ടുണ്ട്. അസുഖം മനസ്സിലാകുന്നുണ്ടല്ലോ. മൗലാന മൗദൂദി ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസുകളെ കുറിച്ച് പറഞ്ഞു. അതെന്തല്ല, അതൊന്നും മതപരമായി ബന്ധപ്പെടുത്തേണ്ട കാര്യങ്ങളല്ല. അതൊക്കെ മിനൽ അസാത്തീർ, കെട്ടുകഥകളാണ്, ചപ്പുചവറുകളാണ് എന്നർത്ഥം. എന്നിട്ട് പറയാണെന്ത്? ലസ്നാ ഫീ ഹാജത്തിൻ ഇലൽ ബഹസി അൻ മിസ്ലി ഹാദിഹിൽ അശ്യാഇ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതേ ഇല്ല. അപ്പൊ സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്ത ഹദീസുകൾ ചർച്ചയ്ക്ക് വിധേയമാകരുത്, കാരണം അത് തലവേദനയാവും എന്ന ആ ഒരു നയം പണ്ടുണ്ടായിട്ടുണ്ട്, ഇന്നുണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ സംഘടനക്കകത്തും തുറന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹം പറയാ ഇസ്ലാമു ലൈസ മസ്ഊലൻ അമ്മ ഇശ്തഹറ ബൈനൽ ആമത്തി മിനൻ നാസി മിൻ ഹാദിഹിൽ ഉമൂർ. ഇങ്ങനെയുള്ള ചില ഹദീസുകളൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ട്, അതിനൊന്നും ഇസ്ലാം ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസുകളെ മൗലാന മൗദൂദി നിഷേധിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം 3 കളവ് പറഞ്ഞെന്ന് വരുന്ന ഹദീസ് ബുഖാരിയിലുണ്ട്. യഥാർത്ഥത്തിൽ അത് കളവല്ല, ബലാഗന്റെ ഭാഷയിൽ വേറെ ചില പ്രയോഗങ്ങളൊക്കെ കാര്യങ്ങളാണത്. ഇനി എന്താ വസ്തുത എന്ന് ഖുർആനിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാനും സാധിക്കും. ഖുർആൻ ഒരിക്കലും അത് എതിരല്ല. എന്ന് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഇത് മനസ്സിലാക്കിയെടുത്ത് അബൂ ഹുറൈറക്ക് തെറ്റുപറ്റിയതാണ്. അബൂ ഹുറൈറ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ ആരോപണങ്ങൾ മൗലാന മൗദൂദി പോലും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഹദീസ് നിഷേധത്തിന്റെ ആ പ്രവണതയുമായി ബന്ധപ്പെട്ട പട്ടികയിൽ മൗലാന അബുൽ ആല മൗദൂദിയെ ഈ ഹദീസ് ഒന്ന് വരിക. അവിടെയാണ് പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള. ഒന്ന് ചേകനൂരും മറ്റൊന്ന് CN അഹ്മദ് മൗലവിയും. ചേകനൂരും CN അഹ്മദ് മൗലവിയും.
ഈ രണ്ടാളുകളുടെ നിഷേധം ഒരേ രൂപത്തിലല്ല, മനസ്സിലാക്കണം. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് വസ്തുനിഷ്ഠമായിരിക്കണം, ഒരാളെക്കുറിച്ചും ഇല്ലാത്ത വരാൻ പാടില്ല. ചേകനൂർ എന്ന് പറയുന്നത് ആദ്യത്തിൽ അദ്ദേഹം ചില ചെറിയ ചെറിയ വാദങ്ങളുമായി വന്നെങ്കിലും പിന്നെ അദ്ദേഹം ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതന്നെയായിരുന്നു ലക്ഷ്യം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ അതിന് സാക്ഷിയാണ്, അദ്ദേഹത്തിന്റെ രചനകൾ അതിന് സാക്ഷിയാണ്, നമുക്ക് തെളിയിക്കാൻ സാധിക്കും. എന്നാൽ CN അങ്ങനെയല്ല. അദ്ദേഹം പരിഷ്കാരികളായിട്ടുള്ള വലിയ വലിയ ആളുകൾക്കൊക്കെ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു തരം ബുദ്ധിപരമായ നീക്കം നീങ്ങിയെന്നുള്ളൂ. ഇപ്പൊ ചില ആളുകളോടൊക്കെ നമ്മളൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ ഇപ്പൊ ഞാൻ അത് എന്നോട് പറയാം. അപ്പൊ നമുക്കൊരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ഒരുപാട് 8-9 ഹിന്ദു സഹോദരന്മാരും ഒരു മുസ്ലിമും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാൻ ഒരു മടി തോന്നും. അപ്പൊ നമുക്കതൊരു അപമാനമായി തോന്നുമ്പോൾ നമ്മൾ തൽക്കാലങ്ങൾ മാറും, അപ്പൊ ഒരു ഗുഡ് മോർണിംഗ് അടിച്ചു കൊടുക്കും. ഇങ്ങനെ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി നടക്കാൻ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഒരു മൂഴ്യത്ത് റാമത്ത് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായതൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ആ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് തോന്നുന്ന അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇയാൾ നിഷേധിച്ചു, എനിക്ക് വ്യാഖ്യാനിച്ചു. അതിൽ പെട്ടതാ ഇസ്രാവും മിഅ്റാജും, അതിൽ പെട്ടതാ ഖബറിലെ രക്ഷയും ശിക്ഷയും, അതിൽ പെട്ടതാണ് മൂസാ നബിയുടെ മ്യൂസിയത്തുമായി ബന്ധപ്പെട്ട കടലിൽ പിളർന്ന സംഭവം, യഥാർത്ഥത്തിൽ ഖുർആൻ പോലും വന്ന സംഭവമാണ്. അപ്പൊ ആ നിലക്കുള്ള ഒരു ഹദീസ് നിഷേധ നയം CN അഹമ്മദ് മൗലവിക്കുണ്ടായിരുന്നു. ഇനി മനസ്സിലാക്കുക, CN അഹമ്മദ് മൗലവി നമ്മുടെ അൽമനാറിന്റെ പത്രാധിപ സമിതിയിലെ മെമ്പർ കൂടിയായിരുന്നു. ഏത് ഹദീസ് നിഷേധങ്ങളുണ്ടോ, ഏതൊക്കെ ഹദീസിനെ വലിച്ചേർന്ന് വന്നിട്ടുണ്ടോ അവരൊക്കെ ഇതിന്റെ ഇടയിലുണ്ട്. ഒന്നുകിൽ അൽമനാറുമായി ബന്ധമുണ്ടാകും, അല്ലെങ്കിൽ ജാമ്യയ്ക്ക് ബന്ധമുണ്ടാവും. ചേകനൂർ അവിടെയായിരുന്നു, ജാമ്യ ദുബൈയിലായിരുന്നു. നമ്മുടെ സ്റ്റേജുകളിൽ ഹദീസ് നിഷേധികൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് പ്രസംഗിച്ചിരുന്ന ആളുകളായിരുന്നു അവരൊക്കെ. പിന്നെ വ്യക്തമായ ഹദീസ് നിഷേധമായിട്ട് വന്നു. ചേകനൂർ ആദ്യം വന്നിട്ട് പറഞ്ഞ് നിസ്കാരം 5 നേരമുണ്ട്, 3 നേരമേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾക്ക് മറുപടി പറഞ്ഞിരുന്ന ആളാ ചേകനൂര്. പിന്നെ പറഞ്ഞു നമസ്കാരം 5 നമസ്കാരമുണ്ട്, പക്ഷെ 3 വക്തേ ഉള്ളൂ, 3 നേരം കൊണ്ട് 5 എണ്ണം നിസ്കരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അല്ല 3 വക്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് നമുക്കുള്ളതല്ല, അറബികൾക്കുള്ളതാണ്. പിന്നെ പറഞ്ഞു ഇവരെ ജമാഅത്തായിട്ട് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ദിക്റുള്ളയാണ് ആവശ്യം, അതുകൊണ്ട് ആര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും അള്ളാഹ് ഓർത്ത നിസ്കാരായിരുന്നു. നോമ്പും അങ്ങനെ തന്നെയാ, ഒരു മാസം നോമ്പ് എടുക്കുന്ന വേണ്ടാന്ന്, അതൊക്കെ ഒരു 5-6 ദിവസം അത്യാവശ്യത്തിനൊക്കെ. അത് നമുക്ക് വലിയ നിർബന്ധമില്ല, ഈ പള്ള അറച്ചടക്കുന്ന അറബികൾക്കുള്ളതാണ് ഉപരവാദം. ഇങ്ങനെ അങ്ങേർക്ക് ഇഷ്ടമില്ലാത്ത നല്ല ഹദീസിനെ മൊത്തം തള്ളി. എത്രത്തോളം എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം എഴുതി വെച്ചൊരു വാക്ക്. ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ടോ മതവിധികൾ വിവരിച്ചുകൊണ്ടോ ഉള്ള ഒരൊറ്റ ഹദീസും നബി എഴുതുകയോ സ്വഹാബികൾ എഴുതി വെക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് യാതൊരു തെളിവും ഒറ്റ അഹ്ലുൽ ഹദീസുകാരനും കൊണ്ടുവരാൻ സാധ്യമല്ല. വെല്ലുവിളിച്ചിട്ടാണ് മൂപ്പര് പോയിട്ടുള്ളത്. ഒരു ഹദീസ് ഇസ്ലാമിന്റെ മത ആചാര അനുഷ്ഠാനങ്ങൾ സ്വീകരിക്കാൻ ഇങ്ങനെ ഹദീസ് ഉണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, എഴുതി വെക്കാൻ പറഞ്ഞിട്ടില്ല, ആരും എഴുതി വെച്ചിട്ടില്ല. എഴുതിയോ അല്ലേ പറഞ്ഞോ അല്ലൊക്കെ വേറെ വിഷയം, ഇപ്പൊ അവിടെ വിശദീകരിക്കേണ്ട സമയമല്ല. അങ്ങനെ അദ്ദേഹം വെല്ലുവിളിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു കേട്ടോ, നിങ്ങൾ ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ വിരചിതമായ ഹദീസ് പുരാണങ്ങളൊന്നും ഇസ്ലാമിൽ പ്രമാണമല്ല. അങ്ങനെ തുറന്നത് പറഞ്ഞു, ഇസ്ലാമിൽ പ്രമാണമല്ല. അത് പറഞ്ഞിട്ടില്ല. ചെയ്യുന്നത് പിന്നെ വ്യാഖ്യാനിക്കുകയും ചിലതിലൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടത്തിന് ഒപ്പിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇയാളെന്ത് ചോദിച്ചുണ്ടോ, ഹദീസിനെ നിശ്ചയിച്ചു വന്നത് മാത്രമല്ല, ചില ഹദീസുകളൊക്കെ പ്രാവർത്തികമാക്കുന്ന ആളുകളെ പരിഹസിക്കാനും ആ ഹദീസുകൾ ഉദ്ധരിച്ച പണ്ഡിതന്മാരെ പുച്ഛിക്കാൻ പോലും ചേകനൂർ തയ്യാറായി. അദ്ദേഹം പറയുന്ന 1-2 ഉദ്ധരണികൾ കേൾക്കുക. അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയവുമായി ബന്ധപ്പെടുന്നത് കൊണ്ടാണ്. ഇപ്പൊ താടി വളർത്തല്, ഞാന് താടിന്റെ ഹുക്കും പറയല്ല, ഇപ്പോ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. ഓരോരുത്തരും ഇഷ്ടം, വളർത്താതിരിക്കാം, ഏതുപോലെ നിസ്കരിക്കാതിരിക്കാം, അവനന്റെ ഇഷ്ടം, നമുക്കൊരു വിരോധമില്ല. പക്ഷെ ഇല്ല എന്ന് പറയരുത്, അതിനെ പരിഹസിക്കാൻ പാടില്ല, അതിനെ കളിയാക്കാൻ പാടില്ല. ചേകനൂർ കേട്ടോളൂ, പറഞ്ഞത് കേട്ടോളൂ. മുസ്ലിം സമുദായത്തെ മുഴുവൻ താടിത്തന്തമാരും ഹജ്ജിന് ചെല്ലുന്നവരെയെല്ലാം മൊട്ടത്തലയന്മാരും ആക്കണമെന്ന നിർബന്ധമുള്ള മുസ്ലിം വിരോധിയാണ് ജൂത മുനാഫിഖായ അബൂ ഹുറൈറ. താടി നീട്ടാൻ നബി കൽപ്പിച്ചിട്ടുണ്ടെന്ന തന്റെ മുത്തഫഖുൻ അലൈഹിയായ കള്ള ഹദീസിലൂടെ, 2 മൂപ്പരനെ പറഞ്ഞു, മുത്തഫഖുൻ അലൈഹി ആണേലും എന്നാ കള്ള ഹദീസാണ്. കള്ള ഹദീസിലൂടെയാണ് മുസ്ലിങ്ങളെ മുഴുവൻ താടി വേഷക്കാരാക്കിയത്. അപ്പൊ ആർക്കും അതിനോട് വെറുപ്പ് മനസ്സിലായോ?
ഈ സംഗതിയോട് പാർക്കാൻ വെറുപ്പ് ചേകനൂർ. ഇനി ചേകനൂർ ഇത് ഇവിടെ കൊണ്ട് നിർത്തിയില്ല. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പിന്നെ കേട്ടോളൂ, ചുരുക്കത്തിൽ ജൂത മുനാഫിക്കായ അബൂ ഹുറൈറയുടെ ലക്ഷ്യം മുസ്ലിങ്ങൾ മുഴുവൻ താടി നീട്ടി മൊട്ടയടിച്ച് കണങ്കാൽ മദ്യം വരെയുള്ള മുറിമുണ്ടെടുത്ത് അവർക്കും കൂടി കയറിയിട്ടോ, താടിമന്നും വിട്ടു തുണിമക്കും കയറി, കണങ്കാൽ മദ്യം വരെയുള്ള മുറിമുണ്ടെടുത്ത് ആദിവാസികളെ പോലെ നടക്കണമെന്നതാണ്. എന്തൊരു കോല അവന്റെ തുണി കണ്ടാലും നമ്മുടെ നിയമത്തുള്ള അവർക്ക് ചോദിച്ചില്ലേ. ഇതാണ് പരമ്പര. ഇത് ഒന്നിച്ചു വരുന്ന ഒരു തരം പനങ്കൊലയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി നമ്മുടെ സെക്രട്ടറിയാണ്, അദ്ദേഹം കുറച്ച് ഇൽമുള്ള ആളാണ്, ഇദ്ദേഹത്തിന് ബന്ധം ഉണ്ടാവില്ല, നിയമത്തുള്ള ഫാറൂഖ് എവിടുന്നെങ്കിലൊക്കെ ചിലപ്പോൾ അറിയാണ്ട് പറഞ്ഞേക്കാരം. അപ്പൊ സലഫി പറഞ്ഞു അങ്ങനെ നല്ല ആ കിതാബ് ഞാൻ കൊടുത്തതാണ് എന്ന്. ആ കിതാബ് ഞാൻ കൊടുത്ത് പഠിപ്പിച്ചതാണ്, അവന് പറയാനും ഏൽപ്പിച്ചത് തന്നെയാ. ഈ ഒരു രോഗം നമ്മൾക്കിടയിൽ വളർന്നു വരുമ്പോ സുഹൃത്തുക്കളെ, പറയുന്ന ആളുകളോട് ദേഷ്യം പിടിക്കാതെ, സംഘടന ഔദ്യോഗികം അല്ലെങ്കിൽ ആ നിലക്കുള്ള വർത്തമാനങ്ങൾ പറയാതെ വസ്തുനിഷ്ഠമായി നമ്മൾ കാര്യം മനസ്സിലാക്കി പറഞ്ഞു വരുന്നത് ചേകനൂരികളുടെ രോഗത്തെക്കുറിച്ചാണ്, തനിച്ച ഹദീസ് നിഷേധം. പിന്നെ അതിനുശേഷം വന്നയാളാണ് ബഹുമാനനായ, ബഹുമാനൊന്നും കുറക്കണില്ല, ബഹുമാനനായ നമ്മുടെ അബ്ദുസ്സലാം സുല്ലമി. ഈ വഴി സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ആദ്യമൊക്കെ അദ്ദേഹം ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു, നമ്മളതത്ര കാര്യമാക്കിയില്ല. പക്ഷെ അതൊക്കെ ഇങ്ങനെ പുസ്തകങ്ങളിലൂടെ വരാനും പിന്നെ ഇങ്ങനെ വ്യാപിക്കാനൊക്കെ തുടങ്ങിയപ്പോ നമുക്കിത് മറുപടി പറയേണ്ടി വന്നു, വിശദീകരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് സലഫി മൻഹജുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്നത്. അതാ സംഘടനയിലെ ഇപ്പോഴുള്ള പ്രശ്നത്തിന്റെ തുടക്കം അത് തന്നെയാണ്. സലഫി മൻഹജിൽ നിന്നുള്ള വ്യതിയാനം അതെന്താ? മുഅ്തസിലികളും ഖവാരിജുകളും ഷിയാക്കളും നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ സ്വീകരിച്ച റൂട്ടിലേക്ക് നീങ്ങി സലഫുകൾ എങ്ങനെ ഹദീസ് സ്വീകരിച്ചോ അതിൽ നിന്ന് മാറുന്ന അവസ്ഥ 2002 രൂപം കൊണ്ടു. അതുകൊണ്ടാണ് അന്ന് പ്രബന്ധം ആവശ്യപ്പെട്ടത്. നമ്മൾ പ്രബന്ധം കൊടുത്തു, അവരും പ്രബന്ധം തന്നു. രണ്ടു കൂട്ടരും പ്രബന്ധം വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് അതിന് മറുപടി എഴുതി വീണ്ടും വന്നു. 4 പ്രബന്ധങ്ങളായി. എന്നിട്ടോ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ചർച്ച പണ്ഡിതന്മാർ തമ്മിൽ രാത്രി പാതിരാ സമയം വരെ. എന്നിട്ട് 18 തീരുമാനമെടുത്തു. 18 തീരുമാനമെടുത്തിട്ട് അതിൽ ഒന്നാമത്തെ എന്താ? ഖുർആനും ഹദീസും സ്വീകരിക്കുന്നിടത്തും വിശ്വസിക്കുന്നിടത്തും ആചരിച്ച് അനുഷ്ഠിക്കുന്നിടത്തും സലഫിന്റെ മാതൃക പിൻപറ്റണം. നീലപുസ്തകം പറഞ്ഞു പോകും. അവരുടെ കൂടെ പോകേണ്ടിയിരുന്നവർ ഇവിടെ ബാക്കിയായി ചിലരൊക്കെ. അതാണ് സംഘടനയിലെ പ്രശ്നത്തിന്റെ കാതൽ. സംഘടനയിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് പോകേണ്ടവർ പോയില്ല. കാരണം പല ഔദ്യോഗികതകളും ഇവിടെയാണ്, സ്ഥാപനങ്ങൾ ഇവിടെയാണ്. പലപ്പോഴും പലരും ഇഹ്യാ തുറാസുൽ ഇസ്ലാമിയുടെയും അതേപോലെ തന്നെ ദാറുൽ ബിറുമായി ബന്ധപ്പെട്ട അങ്ങനെ പലതിലെയും ശമ്പളം വാങ്ങുന്നവരുണ്ട്. അവർക്കത് പോയാൽ അത് നിന്നുപോകും. ഇതൊക്കെ 1-2 കാരണങ്ങൾ മാത്രമാട്ടോ. പിന്നെ മനുഷ്യന്മാരുടെ മുമ്പിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയൂല. ചില കാര്യങ്ങൾ പറയരുതേന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ അന്ന് പോകേണ്ട ആളുകൾ ഇവിടെ നിന്നു. പോകേണ്ട ആളുകൾ ഇവിടുന്ന് മത്സ്യത്തെ പിടിച്ച് കരക്കിട്ട അതവിടെ കിടക്കൂ സുഹൃത്തുക്കളെ. പിടയ്ക്കലില്ല, ഓലെ വെള്ളത്തേക്ക് വിട്ടാലും അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതിങ്ങനെ പടച്ചും തുള്ളിയും കൊണ്ടിരിക്കും. ആളുകൾ ഇവിടെ നിന്നു എന്നുള്ളതാണ് സംഘടനയിലെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ കാരണങ്ങളുടെയും തുടക്കം. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ ഏതായാലും പോകുന്നില്ല. അപ്പോ എന്താണ് നമ്മുടെ അബ്ദുസ്സലാം സുല്ലമിയിൽ വന്ന ഹദീസ് നിഷേധം? ഇത് നിങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണം. കാരണം സലാം സുല്ലമിയോട് നമുക്ക് സ്നേഹക്കുറവോ ബഹുമാനക്കുറവോ ഒന്നുമില്ല. ഈ കേരളത്തിലെ തൗഹീദിന് വേണ്ടി ഓടി നടന്നിരുന്ന ആൾ തന്നെ. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ പണ്ഡിതനായി കാണുന്നു. പക്ഷെ ഇത്തരം ചില വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി അബ്ദുസ്സലാം സുല്ലമിയുടെ ആള് എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കണം. നമുക്ക് അബ്ദുസ്സലാം സുല്ലമിയോ സക്കരിയ സുലായോ അബ്ദുറഹ്മാൻ സലഫിയോ ആരും ഇവിടെ വലുതല്ല. ആര് ഹദീസിനെതിരെ വന്നാൽ ഇപ്പൊ സക്കരിയ സുലൈ എന്ന് പറഞ്ഞ പോകാൻ പറയും. നമുക്ക് വിഷയമല്ല. കാരണം നമ്മളെ ഖബറും നമ്മുടെ പരലോകവും നമ്മളെ നോക്കേണ്ടത്. ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വക്താക്കളായ നമ്മൾ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയത് എന്താ? അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അള്ളാഹ് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഇല്ലാന്ന് വിശ്വാസമുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? മുജാഹിദുകളായിട്ട് പേരോട് പറഞ്ഞിട്ടുണ്ട്, പേരോടിന് മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മൾ.
എന്നാൽ അബ്ദുസ്സലാം സുല്ലമി ഏതെന്ന് കേട്ടോളൂ നിങ്ങൾ, ഇപ്പൊ രാത്രി 1 കഴിഞ്ഞാൽ 2 കഴിഞ്ഞാൽ അത് ഇറങ്ങി വരുന്ന സലാസുലം ഏതാണ്? രാത്രിയുടെ അന്ത്യദശയിൽ ഉള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പരിഗണന അള്ളാഹു നൽകുന്നതാണ്. ഈ തത്വം ഒരു സാഹിത്യ പ്രയോഗത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ഇവിടെ. ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ഖുർആൻ നമുക്ക് കാണാം. അപ്പൊ അള്ള വരും എന്ന് പറഞ്ഞാൽ എൻസിലു റബ്ബുന എന്ന് പറഞ്ഞാൽ അള്ള വരും എന്നല്ല, അതൊരു സാഹിത്യ പ്രയോഗമാണ്. എങ്ങനെ സാഹിത്യ പ്രയോഗം? നമ്മൾ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇത് ബുഖാരി പരിഭാഷ 2-ാം വാള്യം 122-ാമത്തെ പേജ്. ഈ ഹദീസ് ഇവർ അടങ്ങറെന്താ വെച്ചോ, ഹദീസ് നിശ്ചയിച്ച മനുഷ്യന്മാരൊക്കെ ബുഖാരിക്ക് പരിഭാഷ എഴുതി. ചേകനൂരിന്റെ പരിഭാഷ, പിന്നെ സിയന്നിന്റെ പരിഭാഷ, അതേപോലെ ഇയാളുടെ അബ്ദുസ്സലാം സുല്ലമിയുടെ പരിഭാഷ. സലാസുലമിന്റെ ബുഖാരി പരിഭാഷകൾ എടുത്തു വായിച്ചു നോക്കി നിങ്ങൾ. അതിലൊക്കെ അടിയിൽ കുറിപ്പ് കാണാം, ഇത് മനുഷ്യന്റെ വ്യക്തമായ ബുദ്ധിക്കെതിരാണ്, അല്ലെങ്കിൽ ഇത് യുക്തിക്കെതിരാണ്, ഇത് പിന്നെ ഖുർആനെതിരാണ്. ഇനി ഒന്നും എഴുതാ, അല്ലെങ്കിൽ ഉപര ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമല്ല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുമല്ല. ഹദീസ് ഉപരക്ക് പറ്റൂല. എന്തെങ്കിലുമൊക്കെ ഈ ഒരു അവസ്ഥയിൽ ബുഖാരിന്റെ പരിഭാഷ എടുത്തു നോക്കി, ഞാൻ വെറുതെ പറയല്ല. അപ്പൊ അള്ളാഹു ഇറങ്ങി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദക്കെതിരെ അതിന്റെ അടിയിലാ കത്തിവെക്കുന്നത് ആര്? ബഹുമാനായ അബ്ദുസ്സലാം സുല്ലമി. ഒരു ഉദാഹരണം ഇത് കേട്ടോളൂ. നമുക്കൊക്കെ അറിയാം, നമ്മളിപ്പോ പിന്നെ നാദാപുരത്ത് വെച്ചുകൊണ്ട് നാദാപുരല്ല, അതിന് മുമ്പേ വാഴക്കാട് വെച്ചുകൊണ്ട് ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫി എത്ര പ്രസംഗിച്ചതാ പേരോടിനെതിരെ. അന്നൊക്കെ അസ്മാ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചയും വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും അതിനെ അംഗീകരിച്ചവരുമാണ്. അള്ള ചിരിക്കും. എങ്ങനെ ചിരിക്കുക നമുക്കറിയില്ല. ചിരിക്കുമെന്ന് ഹദീസിലുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു. സലാസുലം എഴുതിയതോ ചിരിക്കുക എന്നതുകൊണ്ട് വിവക്ഷ അള്ളാഹുവിന്റെ സന്തോഷവും തൃപ്തിയുമാണ്. അതാ മുഅ്തസിലത്തിന്റെ വ്യാഖ്യാനം. അവർ ന്യായീകരിച്ചു, വ്യാഖ്യാനിച്ചു, വിശദീകരിച്ചു. നമ്മൾ അഹ്ലുസുന്നത്തിന്റെ വിശദീകരണം എന്താ? വ്യാഖ്യാനിക്കാൻ പാടില്ല, ഉള്ളതുപോലെ പറയണം. അവിടെ തെറ്റുപറ്റി അബ്ദുസ്സലാം സുല്ലമിക്ക് തെറ്റുപറ്റിയതിന് തെറ്റായി നമ്മൾ കാണാൻ കഴിയണം. കാരണം നമ്മുടെ കൂറ് അള്ളാഹുവോടും അവന്റെ റസൂലിനോടുമാണ്. ഞാൻ അവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഹദീസും ഖുർആനും. രാത്രി തെറ്റു ചെയ്താൽ അവരുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹ് പകല് കൈ നീട്ടുന്നു. പകലിൽ തെറ്റ് ചെയ്താലോ അവരുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹ് രാത്രി കൈ നീട്ടിയിരിക്കുന്നു. അള്ളാഹ് എപ്പോഴും കൈ നീട്ടിയിരിക്കാം. നമ്മൾ അള്ളാഹിന്റെ കൈയിൽ 5 വിരല്, ഇത്ര നീളം, ഇത്ര മുടം, വണ്ണം കണക്കാക്കണ്ട. അള്ളാഹുവിന്റെ കൈ അങ്ങനെ വിശ്വസിക്കണം. പക്ഷേ സലാസുലി പറഞ്ഞെന്താണെന്നറിയോ? കേട്ടോളൂ, ഇത് ഒരു സാഹിത്യ പ്രയോഗമാണ്. ഒക്കെ സാഹിത്യ. റസൂൽ ഇപ്പൊ സത്യം പറയാനോ യാഥാർത്ഥ്യം പഠിപ്പിക്കാനോ വന്നതല്ല, അലങ്കാരം പറയാനും സാഹിത്യം പറയാനും വന്നതാണ്. ഇതൊരു സാഹിത്യ പ്രയോഗമാണ്. തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹുവിനോട് നേരിട്ട് പശ്ചാത്തപിച്ച് മടങ്ങാമെന്നും ഇടയാളന്മാരുടെ ആവശ്യമില്ലെന്നുമുള്ള തത്വത്തിന്റെ പ്രാധാന്യമാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ്ക്ക് കൈയുണ്ട് എന്നല്ല. അത് നോക്കി, ഇതിന് പിഴവ് എന്നല്ലെങ്കിൽ പിന്നെ എന്താ പറയാ? ഇതിന് നിഷേധം എന്നല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറഞ്ഞു പറയും? ഒരാളോട് നമുക്ക് വ്യക്തിപരമായ ബന്ധം വേണ്ട, ഇന്ന് മരിക്കും. അള്ളാഹിനെ കുറിച്ച് ഈ വിശ്വാസം, ഇപ്പൊ സലാസുലം എഴുതിയും ഈ വിശ്വാസവുമായി നമ്മൾ മരിച്ച അള്ളാഹിനെ കുറിച്ച് യഥാർത്ഥ വിശ്വാസത്തോടു കൂടിയാണ് മരിക്കുന്നത്? അല്ലല്ലോ. ഖുർആനിൽ പോലും പറഞ്ഞ കാര്യങ്ങളല്ലേ അള്ളാഹുവിന്റെ കയ്യിനെ സംബന്ധിച്ചുള്ള സൂചനകൾ. അപ്പോ ഈ നിലക്കുള്ള നിഷേധം പിന്നെ ബഹുമാനനായ അബ്ദുസ്സലാം സുല്ലമി കൊണ്ടുവന്നു. അത് ഉള്ളത് തന്നെയാണ്. ഇനിയോ 1-2 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഇപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തവ അലൽ അർശ്, സിംഹാസനസ്ഥന. എങ്ങനെ? അത് അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്ന നിലക്ക്, അള്ളാഹുവിന്റെ അളുമത്തിന് യോജിക്കുന്ന നിലക്ക്. എന്നാൽ ഇതൊക്കെ അതാണ് നമ്മുടെ വിശ്വാസം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. മുജാഹിദുകൾ ഇന്നേ കാലം വരെ വിശ്വസിച്ചത് എന്താ? സലാം സുല്ലമി പറഞ്ഞു കേട്ടോളൂ. ഖുർആനിൽ 1-ലധികം സ്ഥലങ്ങളിൽ ഇസ്തവ അലൽ അർശി, അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്ന സൂക്തത്തെ അതിന്റെ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കിയാലുള്ള അപകടം പരിഗണിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും അള്ളാഹു പ്രപഞ്ച